കാണുന്ന രൂപത്തിലോ പ്രത്യക്ഷത്തിൽ കാണണ്ട എന്ന് കരുതി മാറി നിന്ന് കേൾക്കുന്ന രൂപത്തിലോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദരന്മാരെ, നാട്ടുകാരെ, ഒരിക്കൽ കൂടി അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആശയ ആദർശങ്ങൾ വിശദീകരിക്കാൻ നാം ഇവിടെ ഒരുമിച്ച് കൂടിയത്, ഈ സംസാരിക്കുന്നത്, ഇതിനു വേണ്ടി നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അഹ്ലുസുന്നയെ ശക്തിപ്പെടുത്താനാണ് എന്നതുകൊണ്ട്, സുന്നത്ത് ജമാഅത്തിനെ ശക്തിപ്പെടുത്താനാണ് എന്നതുകൊണ്ട് അല്ലാഹു തആല സ്വർഗപ്രവേശത്തിനും നരകമോക്ഷത്തിനും നിമിത്തമായ അമലുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്, പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചത് ഒരു വാശിയുടെ പുറത്തല്ല, ആരെയെങ്കിലും തോൽപ്പിക്കാനോ ആരോടെങ്കിലുമുള്ള പ്രതികാരം തീർക്കാനോ അങ്ങനെയുള്ള ഒരു ലക്ഷ്യത്തിലല്ല ഇവിടെ സംസാരിക്കുന്നതോ ഇത് സംഘടിപ്പിക്കുന്നതോ ഇവിടെ ഒരുമിച്ച് കൂടുന്നതോ. മറിച്ച് കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ വിജയമുള്ളൂ. ബിദ്അത്തിന്റെ കക്ഷികളിൽ, ആശയങ്ങളിൽ പെട്ടുപോയാൽ രക്ഷ ഉണ്ടാകില്ല. അതുകൊണ്ട് യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ ആശയ ആദർശത്തിലാണ് നമ്മളെന്ന് ഉറപ്പുവരുത്തണം. ഒരു പക്ഷേ നാം ശീലിച്ച ശീലങ്ങൾക്ക് എതിരായിരിക്കാം പലതും. നമ്മുടെ കുടുംബത്തെയോ മഹല്ലത്തിലെ പല ആളുകളെയോ നമ്മൾ ബഹുമാനിക്കുന്ന, ഇഷ്ടപ്പെടുന്ന പല ആളുകളെയും ഒക്കെ നമ്മൾ കണ്ടത് സുന്നത്ത് ജമാഅത്തിന്റെ ആശയ ആദർശങ്ങളോട് യോജിക്കുന്ന ആയിക്കൊള്ളണമെന്നില്ല. അപ്പൊ ഞാൻ അങ്ങനെയാണ് ചെറുപ്പത്തിലെ ശീലിച്ചത്, അതുകൊണ്ട് ഇനി അങ്ങ് പോട്ടെ അങ്ങനെ എന്നല്ലല്ലോ വെക്കേണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മനസ്സിലാക്കിയതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജൂത ക്രൈസ്തവരായ ആളുകൾ 71ഉം 72ഉം ഒക്കെ വിഭാഗങ്ങളായി ഭിന്നിച്ചു പോയിട്ടുണ്ട്. എന്നാൽ എന്റെ ഉമ്മത്ത് വസതഫ്തരിഖു ഉമ്മത്തി അലാ 73 മില്ല, എന്റെ ഉമ്മത്ത് അവിടെ നിന്നും നിൽക്കൂല, 73 വിഭാഗങ്ങളായി ഭിന്നിച്ചു പോകും. എന്നിട്ട് പറഞ്ഞു ഒരു മുന്നറിയിപ്പ്, കുല്ലുഹും ഫിന്നാർ, അവരെല്ലാം നരകത്തിലായിരിക്കും. ഇല്ല മില്ലത്തൻ വാഹിദ, ഒരു വിഭാഗം, ഒരു ആദർശാധിഷ്ഠിത ജീവിതം നയിക്കുന്ന വിഭാഗം ഒഴികെ ബാക്കി എല്ലാവരും നരകത്തിലാണ്. അപ്പൊ വല്ലാത്തൊരു മുന്നറിയിപ്പായിരുന്നു അത്. സ്വഹാബത്ത് ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, അല്ലെങ്കിൽ മാ ഹിയ യാ റസൂലല്ലാഹ്, റസൂലേ ആരാണവർ, ഏതാണ് ആ കക്ഷി എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഭാഗത്തിന്റെ പേര് പറഞ്ഞു കൊടുക്കുകയല്ല ചെയ്തത്, ഒരു കക്ഷിയുടെ പേര് നിർദ്ദേശിച്ചു കൊടുക്കുകയല്ല ചെയ്തത്. അവിടുന്ന് ചെയ്തത് ഒരു ലക്ഷണം പറഞ്ഞു കൊടുത്തു, ഒരു അടയാളം പറഞ്ഞു കൊടുത്തു. ആ അടയാളം ആരിലുണ്ടോ ആ ആളുകൾ സ്വർഗത്തിലാണ്. ആ അടയാളം ആർക്ക് ഇല്ലയോ അവർ സ്വർഗത്തിലേക്ക് ഇല്ല. അവിടുന്ന് പറഞ്ഞു,
മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഇന്ന് ഏത് മാർഗത്തിലാണോ ആ മാർഗം സ്വീകരിച്ചവർ സ്വർഗത്തിലാണ്, ആ മാർഗം സ്വീകരിക്കാത്തവർ സ്വർഗത്തിലേക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അവിടുത്തെ സ്വഹാബത്ത് സ്വീകരിച്ച ആ വിശ്വാസം സ്വീകരിച്ചുവോ, ആ കർമ്മ പദ്ധതികൾ സ്വീകരിച്ചുവോ, ആ മനുഷ്യൻ സ്വർഗത്തിലാണ്. അത് സ്വീകരിച്ചില്ല, എന്റെ ഉപ്പ അങ്ങനെയായിരുന്നു, ഉപ്പാന്റെ ഉപ്പ അങ്ങനെയായിരുന്നു, നാട്ടിലെ ഭൂരിപക്ഷം ആളുകൾ അങ്ങനെയായിരുന്നു, ഇങ്ങനെ തുടങ്ങി പല അഭിപ്രായങ്ങളും പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിന്, അതുപോലെ അവിടുത്തെ സ്വഹാബത്തിന്റെ മാർഗത്തിന് ആര് എതിര് പ്രവർത്തിച്ചോ അവർ സ്വർഗത്തിലേക്ക് ഇല്ലെന്ന് വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രം ദീൻ പറഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇത് നിങ്ങളുടെ മനസ്സിൽ ആമുഖമായി ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം നമ്മുടെ വാശിയും കക്ഷിവൈരാഗ്യവും ഒക്കെ പെടുത്തിയിരുന്നു. അതൊക്കെ മരിക്കണ വരെയുള്ളൂ. അത് കഴിഞ്ഞാൽ അവരിൽ നമ്മോടുള്ള ചോദ്യത്തിന് നമ്മൾ സമാധാനം പറയണ്ടേ? നാളെ പരലോകത്ത് നമ്മോടുള്ള ചോദ്യത്തിന് നമ്മൾ സമാധാനം പറയണ്ടേ? എനിക്കുള്ള എന്റെ ഉസ്താദ് പറഞ്ഞോളെന്ന് പറയാൻ പറ്റുമോ? എന്റെ ഉമ്മ പറഞ്ഞോളെന്ന് പറയാൻ പറ്റുമോ? എന്റെ വാപ്പ പറഞ്ഞോളെന്ന് പറയാൻ പറ്റുമോ? പരലോകം ഏതാ ലോകം? നഫ്സി നഫ്സി എന്നും പറഞ്ഞ് അവനവന്റെ കാര്യവുമായി ഓടി നടക്കുന്ന ലോകമല്ലേ പ്രിയമുള്ളവരെ? അതൊന്ന് മനസ്സിൽ കണ്ടു നോക്കൂ നമ്മള്. അതുകൊണ്ടൊരു വാശി പുറത്താകണ്ട. മുജാഹിദുകൾ വീണ്ടും ഈ പരിപാടി വെച്ചത്, ഇനിയും വേണ്ടി വന്നാൽ വെക്കുന്നത് അതെന്തിനാണെന്നറിയോ? ഒരു ദൗത്യ നിർവഹണത്തിന്റെ ഭാഗമാണ്. ഈ സന്ദേശം, ഈ സുന്നത്ത് ജമാഅത്തിന്റെ സന്ദേശം, അതല്ലാത്ത ചില സന്ദേശങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ ആശയമായിട്ട് ധരിച്ചു വച്ച ആളുകൾക്ക് സ്നേഹത്തോടെ തിരുത്തി കൊടുക്കുകയാണ്. കൂട്ടരെ, സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന്റെ മാർഗമാണ്. സുന്നത്ത് റസൂലുള്ളാഹിയുടെ മാർഗമാണ്. ജമാഅത്ത് സ്വഹാബത്തിന്റെ മാർഗമാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അതിലുണ്ടോ എന്നൊന്ന് നോക്കി നിങ്ങൾ, ഒന്ന് ആലോചിക്കി നിങ്ങൾ എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതിലെന്തെങ്കിലും തകരാറുണ്ടോ വളരെ ഗൗരവത്തിൽ നിങ്ങൾ ആലോചിക്കേണ്ടതാണ് പ്രിയമുള്ള സഹോദരങ്ങൾ. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത് നിങ്ങൾ പറയുന്നു. അതിനെതിരായ രൂപത്തിൽ മാലകളും മൗലിദുകളും പല സാധനങ്ങളും സമൂഹത്തിലുണ്ട്. അല്ലാഹുവോട് മാത്രമായിരിക്കണേ പ്രാർത്ഥിക്കേണ്ടത് നിങ്ങൾ പറയുന്നത് ഞങ്ങളുടെ വകയല്ലല്ലോ. മുജാഹിദ് പ്രസ്ഥാനം അവരുടെ ഓഫീസിൽ നിന്നുണ്ടാക്കിയ ആശയമല്ലല്ലോ. ഇന്നും മഗ്‌രിബ് നിസ്കരിച്ചിട്ടല്ലേ നമ്മളൊക്കെ വന്നത്. അതിന് മുജാഹിദോ സമസ്തയോ വ്യത്യാസമില്ലല്ലോ. ആ നിസ്കാരത്തിലും സൂറത്തുൽ ഫാത്തിഹ ഓതിയപ്പോ നമ്മൾ പറഞ്ഞതാണ് എന്ത്? അല്ലാഹുവേ, നിന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം നിങ്ങൾ സഹായം തേടുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നമ്മൾ പറഞ്ഞില്ലേ അത്? നമ്മളെല്ലാവരും പറഞ്ഞില്ലേ അത്? അല്ലാഹ്, നിന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം നിങ്ങൾ സഹായം തേടുന്നു. നിസ്കരിച്ചപ്പോ നമ്മളെല്ലാവരും വഹാബി ഇല്ലേ? ആലോചിക്കുന്നത് ഇന്ന് മഗ്‌രിബിന് ഒരു ഏതാനും മണിക്കൂറുകൾക്ക് അല്പം മുമ്പ് നമ്മളെല്ലാവരും മുജാഹിദ്, എല്ലാവരും വഹാബി. ഒരു സമസ്തക്കാരുമില്ല, ഒറ്റ സമസ്തക്കാരുമില്ല. ഈ മഗ്‌രിബ് നിസ്കരിച്ച എല്ലാവരും നിസ്കരിച്ച് എങ്ങനെ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹ്, നിന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം നിങ്ങൾ സഹായം തേടുന്നു. കൂട്ടരെ, ഇത് നിസ്കാരം കഴിഞ്ഞ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പറഞ്ഞ കഴിഞ്ഞോ? ജീവിതത്തിൽ എന്നും ആ റബ്ബിനോടല്ലേ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? ഇത് പറഞ്ഞാൽ ഞങ്ങൾ പുത്തൻവാദികളോ? ഇത് പറഞ്ഞാൽ ഞങ്ങൾ നവീന ആശയക്കാരോ? സ്വസ്ഥമായിട്ട് ആലോചിക്കുക. ഞങ്ങൾ എന്താ പറഞ്ഞത്? റഹ്മാനായ റബ്ബിനോട് മാത്രമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്, അവരോട് മാത്രമായിരിക്കണം സഹായം ചോദിക്കേണ്ടത്. അപ്പൊ പറയുന്ന ഉസ്താദ്മാർ പഴയ മസാലയിട്ട് എന്താണ്? ഡോക്ടർക്ക് പോണില്ലേ? തെങ്ങുമത് തേങ്ങടാൻ വേണ്ടി ആ പണിക്കാരനെ വിളിക്കുന്നില്ലേ? തെങ്ങിന് തടം തുറക്കാൻ വേണ്ടി പണിക്കാരനെ വിളിക്കുന്നില്ലേ? ചോദിക്കാറുണ്ട്.
അവിടെയാണ് ഇവിടെ അള്ളാഹു നിശ്ചയിച്ച ചില കാര്യകാരണ ബന്ധങ്ങളുണ്ട്. അതിനപ്പുറത്തുള്ള ചോദ്യം അള്ളാഹുവോട് മാത്രമായിരിക്കണം. ഇത് ക്ലിയർ ആവാൻ വളരെ സ്നേഹത്തോടെ ഈ നാട്ടിലെ മനുഷ്യന്മാർക്ക് പറഞ്ഞു തന്നില്ലേ ഞങ്ങൾ കഴിഞ്ഞ തവണ എന്ന്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോ അവരുടെ പടയെങ്കിൽ പണയത്തിലായിരുന്നു. ഒരു ജൂതന്റെ പക്കൽ, അല്ലേ, ഒരു ജൂതന്റെ പക്കൽ പണയത്തിലായിരുന്നു. ആ അവസ്ഥയിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. എന്റെ സാമ്പത്തിക പ്രയാസം ഉണ്ടായപ്പോ ആ ജൂതനോട് സഹായം ചോദിച്ചില്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ചോദിച്ചു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ജൂതനോട് സഹായം ചോദിച്ചു. ഏതാണ് ചോദ്യം? ഇവിടെ നിശ്ചയിച്ച കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിലുള്ള ചോദ്യം. നമ്മൾ ചോദിക്കുന്നു ഡോക്ടറോട്, നമ്മൾ ചോദിക്കുന്നു എഞ്ചിനീയറോട്, നമ്മൾ ചോദിക്കുന്നു വീട്ടിൽ ചെന്ന് ഭാര്യയോട് ചായ ചോദിക്കുന്നു, ഹോട്ടലിൽ കയറി ചായ ചോദിക്കുന്നു, അല്ലേ? ഈ ബന്ധത്തിലുള്ള ചോദ്യം. എന്നാൽ ആലോചിച്ചോളൂ, ശരിക്കും മനസ്സിലാക്കിക്കോളൂ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രതിസന്ധി ഘട്ടത്തിലോ അതുപോലെ ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിലോ യാ ഇബ്രാഹിം എന്ന് പറഞ്ഞ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഇമാമുൻ നാസി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് വിളിച്ച് സഹായം ചോദിച്ചില്ല. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ ഇനി എന്ന് മറുപടി പറയുന്ന ആലോചിച്ചുകൊണ്ട് കേട്ടിരിക്കുന്ന വിമർശന ബുദ്ധിയാ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, 1% മനസ്സിൽ കയറട്ടെ, ഈ ചോദ്യം ഉണ്ടാകട്ടെ. എന്തേ ആ ജൂതനോട് സാമ്പത്തിക പ്രയാസമുണ്ടായപ്പോൾ സഹായം ചോദിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബിയെ രക്ഷിക്കണേ എന്ന് ചോദിച്ചില്ല. ഞങ്ങൾ രോഗം വന്നോ ഡോക്ടർക്ക് പോകുന്നു, മുഹീദ്ദീൻ ശൈഖിനെ സഹായം ചോദിക്കുന്നില്ല. ഇതേ മാനദണ്ഡ പ്രകാരം ഇതിൽ തെറ്റുണ്ട് എന്ന് അല്ലാഹ് തന്ന നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ടോ? അല്ലാഹ് തന്ന നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ട് അങ്ങനെ പോയിന്റ് എത്താൻ കഴിയുമോ? ശരിക്കാലോചിച്ചോളെ. റഹ്മാനായ റബ്ബ് ഒരവസരം കൂടെ തന്നതായിരിക്കും. ഇവിടെ ഇരിക്കുന്ന പല മുജാഹിദുകളും കേരളത്തിൽ ഇന്ന് ഇസ്ലാമി രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പലരും ഇതുപോലെ കേട്ടവരാണ്. പലരും കേട്ടവരാണ്. പലരും എന്താണ് മുജാഹിദുകൾ വഹാബികൾ പറയുന്നതെന്ന് ഒളിഞ്ഞിരുന്ന് നോട്ട് ചെയ്യാൻ വന്നവരാണ്. പക്ഷേ പിന്നെ ഈ ജാതി പോയിന്റ് അവരുടെ ബുദ്ധിയിലേക്ക് കടന്നു ചെന്നപ്പോ അവർ ചിന്തിച്ചു, റബ്ബേ, ഇത് എന്തൊക്കെയൊക്കെ കാര്യങ്ങളുണ്ടല്ലോ, നമ്മളിത് വിമർശിക്കേണ്ടതല്ലോ, അടുത്തറിയേണ്ടതാണല്ലോ, പഠിക്കേണ്ടതാണല്ലോ എന്ന് മനസ്സിലാക്കി അടുത്തു വരികയും പിന്നീട് ജീവൻ വേണമെങ്കിൽ ജീവൻ നൽകി ഈ ആദർശത്തെ ആദർശത്തെ സംരക്ഷിക്കാൻ മുന്നോട്ട് വന്നവരുമാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഞങ്ങൾ പറഞ്ഞത് സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിന്റെ അടിസ്ഥാനം അല്ലാഹുവോട് മാത്രമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. നിസ്കാരത്തിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോ നമ്മളെല്ലാവരും പറയുന്നു. ഇനി നോക്ക്, രാവിലെ എണീറ്റ് അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹി നുശൂർ. അല്ലാഹുവിനെ സ്തുതി അർപ്പിച്ചുകൊണ്ടാണ് എഴുന്നേറ്റം. അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹി നുശൂർ എന്ന് പറഞ്ഞു. നമ്മളാരും മുജാഹിദോ സമസ്തക്കാരോ നമ്മളാരും അൽഹംദു ലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. എന്തേ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് സ്നേഹക്കുറവുണ്ടോ? അല്ലെങ്കിൽ അൽഹംദു ലി ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി നമ്മൾ പറഞ്ഞില്ല. മുഹീദ്ദീൻ ശൈഖ് നമ്മൾക്ക് ബഹുമാനിക്കുന്നില്ലേ? അല്ലെങ്കിൽ അൽഹംദു ലി ഇബ്രാഹിമ എന്ന് നമ്മൾ പറഞ്ഞില്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമ്മൾ സ്നേഹിക്കുന്നില്ലേ? ഇതെന്തേ? അത് അല്ലാഹ്ക്ക് കൊടുക്കേണ്ടതാണ്. അവിടെ നമ്മൾ വഹാബി, അവിടെ നമ്മളുടെ ഉസ്താദുമാരുടെ ഭാഷ പറഞ്ഞ പേച്ചോട് ഈ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അപ്പം ഇവിടെ എത്തിയത് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എല്ലാവരും പറഞ്ഞു, ഓർമ്മയുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. എന്താ പറഞ്ഞത്? ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ നാമത്തിലാണ്. തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവിന്റെ മേൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു.
നോക്കണേ, അവിടെ ആരും അബ്ദുൽ ഖാദിർ ജീലാനി പറഞ്ഞില്ല, തവക്കൽതു അല ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി പറഞ്ഞില്ല. അവിടെ നമ്മൾ വഹാബി ഇനി രാത്രി കിടന്നുറങ്ങാൻ പോണ സമയത്ത് അവിടെ പ്രാർത്ഥന ഉണ്ട്, അതും അല്ലാഹുവോട് തന്നെ, മൊയ്‌ദീൻ ശൈഖിനോടല്ല. മുജാഹിദിന്റെ മാത്രം മദ്രസ പുസ്തകമല്ല, നമ്മുടെ സമസ്തയുടെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളുടെ പുസ്തകം നോക്കി അതിലും അങ്ങനെ തന്നെയുള്ളത് അല്ലാഹുവോടാണ്. ഈ കുട്ടികളെങ്ങനെ വഹാബിസം പഠിപ്പിക്കേ, രാവിലെ തന്നെ വീട്ടിൽ നിന്ന് കുട്ടികളിങ്ങനെ ഡ്രസ്സ് മാറ്റിയിട്ട് ഈ മഴത്തിങ്ങനെ പോവുക, എന്നിട്ട് നമ്മുടെ മദ്രസ പോയിട്ട് വഹാബിസം പഠിക്കേ. ആലോചിച്ചോളൂ ശരിക്കും, ഞങ്ങൾ ഇതെല്ലോടത്തും നിലനിർത്ത പ്രധാനമന്ത്രി പറഞ്ഞത്. ഈ നമ്മുടെ ജീവിതത്തിൽ ഏത് സമയത്തും അത് പ്രാർത്ഥന അത് മാത്രമായിരിക്കണം, അല്ലാഹുവോട് മാത്രം. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. റസൂലേ, അങ്ങ് പറയണം ജനങ്ങളോട്, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കൂ, അവനിൽ ഒരാളെയും ഞാൻ ശിർക്ക് ചെയ്യൂല. അല്ലാഹുവോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കൂ നിങ്ങൾ പറയണം റസൂലേ. അതാ ഞങ്ങളും പറഞ്ഞത്, അല്ലാഹുവോട് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കൂ. ഇതിനർത്ഥം മുഹീദ്ദീൻ ശൈഖിനോട് ബഹുമാനമില്ല എന്നല്ല കൂട്ടരെ. മുഹീദ്ദീൻ ശൈഖിനെ ബഹുമാനിക്കണം, ബദരീങ്ങളോട് ബഹുമാനം വേണ്ടെന്നല്ല, അവരെ ബഹുമാനിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കേണ്ടെന്നല്ല, അവിടത്തെ ആദരിക്കണം. കഴിഞ്ഞുപോയ അമ്പിയാക്കളെയും യഥാർത്ഥ ഔലിയാക്കളെയും ബഹുമാനിക്കണം. ഒരു സംശയമില്ല, ഒരു സംശയമില്ല. ഡ്യൂപ്ലിക്കേറ്റ് ഔലിയാക്കന്മാർ നമ്മുടെ നാട്ടിൽ മനസ്സിലുണ്ടാവും, അതുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം. പ്രിയമുള്ളവരെ, ഇതിന്റെ അർത്ഥം ഇവരെ ബഹുമാനിക്കുന്നില്ല എന്നല്ല. മറിയം ബീവി നമ്മൾ ബഹുമാനിക്കുന്നില്ലേ, പക്ഷെ മറിയം ബീവി നമ്മൾ പ്രാർത്ഥിക്കൂല, ഇസ്തിഗാസ ചെയ്യൂല അല്ലാഹുവോട്. ഇതാണ് സുന്നത്ത് മാർഗം. കഴിഞ്ഞ തവണ പഠിച്ചു പോയതല്ലേ, ഈ നാട്ടിലെ SSF പ്രവർത്തകർക്ക് അടക്കം പഠിക്കാൻ പറ്റിയ രൂപത്തിൽ പറഞ്ഞതല്ലേ, നിങ്ങളുടെ ഖൽബിൽ കയറിയതല്ലേ. സുന്നത്തുമായത്തിൽ എന്നിങ്ങനെ കേട്ടു എന്നല്ലാതെ എന്താണ് ഈ സാധനം എന്ന് കഴിഞ്ഞ മുമ്പത്തെ പരിപാടി മനസ്സിലാക്കി നിങ്ങൾ. എന്റെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാർഗം അതാണ് അസ്സുന്ന, സ്വഹാബത്തിന്റെ മാർഗം അതാണ് അൽ ജമാഅ. അത് സ്വീകരിക്കുന്ന പിൻപറ്റി ജീവിക്കുന്നവരാണ് അതിന്റെ അഹ്ലുകാർ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തി. നമ്മൾ പഠിച്ചു പോയതല്ലേ, ഇനി ആ പഠിച്ചേക്ക് നിൽക്കണ്ടേ. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ, ബദറിന്റെ ഘട്ടം ഞാൻ കഴിഞ്ഞവണ്ണം പറഞ്ഞതാണ്. ബദറിന്റെ ഘട്ടം വല്ലാത്ത പ്രതിസന്ധിയുടെ ഘട്ടമാണ്. മുസ്ലിങ്ങളുടെ 3 ഇരട്ടി വരുന്ന ശത്രുക്കളാണ്. ശത്രുക്കൾ സായുധരാണ്, സജ്ജരാണ്. മുസ്ലിങ്ങളോ ദുർബലർ, എണ്ണം കുറവ്, സായുധരല്ല. ആ ആളുകൾക്ക് ഇവരുമായി ഏറ്റുമുട്ടേണ്ടി വന്ന ഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും ആ ബദരീങ്ങളെ പ്രാർത്ഥിക്കുകയാണ്, ഇൻ തസ്തഗീതുന റബ്ബക്കും. ശ്രദ്ധിച്ചോളി, ഇൻ തസ്തഗീതുന റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്ത സന്ദർഭം. ഫസ്തജാബ ലക്കും, അപ്പോൾ അവൻ നിങ്ങൾക്ക് ഉത്തരം നൽകി. അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ, 1000ഓളം മലക്കുകളെ തുടരെ അയച്ചുകൊണ്ട് നാം നിങ്ങളെ സഹായിക്കുമെന്ന്. കൂട്ടരെ, നിങ്ങൾ ആലോചിക്കുക, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടമാണിത്. ബദറിൽ ഉണ്ടായത് 3 ഇരട്ടി ശത്രുക്കൾ, അവർ സായുധർ, ഇവരോ എണ്ണം കുറവ്, ആയുധമില്ല, ദുർബലർ, വല്ലാത്തൊരു ക്രൈസിസാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് പ്രാർത്ഥിക്കുകയാണ്, ബദരീകൾ പ്രാർത്ഥിക്കുകയാണ്. ആരോട്? അല്ലാഹുവോട്. അല്ലാഹുവോട്. എന്തേ? അവരെല്ലാവരും വഹാബിയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹാബി, ബദരീകൾ വഹാബി. എന്താണ് ഈ പറയുന്നത്? എന്തേ? ആ പ്രതിസന്ധി സമയത്ത് നമ്മളാണെങ്കിൽ ഞങ്ങളെ പറ്റിയല്ല, നമ്മുടെ ഉസ്താദുമാരെ പഠിപ്പിക്കുന്ന ആ ആളുകളുണ്ടല്ലോ, അവരാണെങ്കിൽ ആ പ്രതിസന്ധി എന്താ ചെയ്യുക? ആരൊക്കെ വിളിക്കും? ആരൊക്കെ വിളിക്കും? അല്ലേ? മൊയ്‌ദീൻ ശൈഖിനെ വിളിക്കും, ബദരീങ്ങളെ വിളിക്കും, ദിഫാഇ ശൈഖിനെ വിളിക്കും, പലരെയും വിളിക്കും. എന്നാ കേട്ടോളി, ബദരീങ്ങൾ ചോദിച്ചത് ഇത് തസ്തഗീതുന റബ്ബക്കും, റബ്ബിനോട് ഇസ്തിഗാസ ചോദിച്ചത്. അതാ നിങ്ങൾ പറയും, നിങ്ങൾ മനസ്സ് കൊടുത്ത് ആലോചിക്കും. എന്ത്? ഇതൊരു പിഴച്ച വാദാകുക. ഇതിന്റെ പേര് ഞങ്ങൾ പിഴച്ചോരാണെങ്കിൽ ഞങ്ങൾക്ക് മുന്നേ ബദരീങ്ങൾ പിഴക്കൂലെ കൂട്ടരെ. ഞങ്ങൾ ഇതിന്റെ പേരിൽ പുത്തൻവാദികളാണെങ്കിൽ ഞങ്ങൾക്ക് മുന്നേ ബദരീങ്ങൾ പുത്തൻവാദികളാവൂലേ?
ഇതിന്റെ പേരിൽ അമ്പിയ ഔലിയാക്കളുടെ ബഹുമാനമില്ലാത്തവരാവും ഞങ്ങളെങ്കിൽ ഞങ്ങൾക്ക് മുമ്പേ ബദരീങ്ങൾ മുമ്പ് കഴിഞ്ഞുപോയ അമ്പിയ ഔലിയാക്കളുടെ ബഹുമാനമില്ലാത്തവരാകൂലെ കൂട്ടരെ. ഇത് നിങ്ങളുടെ മനസ്സിക്ക് കേറണല്ലേ? അർഹമുർറഹീമീനായ അല്ലാഹ് അവർക്ക് നീ ഹിദായത്ത് നൽകണേ റഹ്മാനേ, ഹിദായത്ത് നൽകണേ റഹ്മാനേ. മനസ്സ് തുറക്കികള്, മനസ്സൊന്ന് തുറക്കി. ഇത് മാത്രം ആലോചിച്ചാൽ പോരെ? സുന്നത്തെ ജമാഅത്തിന്റെ അടിസ്ഥാന വിശ്വാസം ക്ലിയറായി കിട്ടൂലേ? എന്റെ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ആ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോ ഇബ്രാഹിം നബിയോട് ചോദിച്ചില്ലല്ലോ, നമ്മൾ ബദരീങ്ങളോട് ചോദിക്കണ പോലെ. നൂഹ് നബിയോട് ചോദിച്ചില്ലല്ലോ, ആദം നബിയോട് ചോദിച്ചില്ലല്ലോ, അലൈഹിമുസ്സലാം അജ്മഈൻ. ഒരൊറ്റ വലിയോട് ചോദിച്ചില്ലല്ലോ. നമ്മുടെ ഈ നാട്ടിൽ വിലസിക്കൊണ്ടിരിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ഒറിജിനൽ ഔലിയാക്കന്മാര്. മറിയം ബീവി കഴിഞ്ഞു പോയില്ലേ? അസ്ഹാബുൽ കഹ്ഫ് കഴിഞ്ഞു പോയില്ലേ? ആസിയ റളിയല്ലാഹു അൻഹ കഴിഞ്ഞു പോയില്ലേ? എത്ര ഔലിയാക്കൾ ചോദിച്ചോ അവരോട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദരീങ്ങൾ ഇല്ല. അവര് മഹാബികളോ? അവര് പിഴച്ചോരോ? അവരും ബിദ്അത്തിന്റെ അഹ്ലുകാരോ? ശരിക്കാലോചിച്ചു. അള്ളൊരു അവസരം കൂടി തന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞതാണ്, ഞങ്ങളെ പറ്റി മുസ്ലിയാരോടെ പറഞ്ഞത് നിങ്ങൾ ഈ കാഫിറാക്കൽ നിർത്തണമെന്ന്. ഞങ്ങൾ കാഫിറാക്കല്ല, മുശ്രിക്കാക്കല്ല, കൂടുതൽ ശിർക്ക് നമ്മൾ ചെയ്യരുത്. അത് നമ്മൾ നമുക്ക് എന്ത് പേരുണ്ടായിട്ടോ എന്ത് വീട്ടിലെ അഡ്രസ് ഉണ്ടായിട്ടോ ഒന്നും കാര്യമില്ല. ശിർക്ക് ചെയ്താൽ വട്ട പൂജയ്ക്കും പരലോകത്തും. അത് ഞങ്ങളെ വകയല്ല, മറിച്ച് അല്ലാഹു പറഞ്ഞതാണ്, വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. ഓ നബിയേ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വിളിച്ചുകൊണ്ട് പറയാണ്, ശിർക്ക് ചെയ്യാത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് പറയാണ്, ഒരു പാപവും ചെയ്യാത്ത മഅസൂമായ ഇസ്മത്തുള്ള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് പറയാണ്, ഓ നബിയേ, അങ്ങ് ശിർക്ക് ചെയ്താൽ ലയഹ്ബതന്ന അമലുക, അങ്ങയുടെ അമല് പൊളിഞ്ഞു പോകും കേട്ടോ. നിസ്കാരം വെറുതെയാണ്, നോമ്പ് വെറുതെയാണ്, ഹജ്ജ് വെറുതെയാണ്, ഉംറ വെറുതെയാണ്, എല്ലാ അമലും വെറുതെയാണ്. വലതകൂനന്ന മിനൽ ഖാസിരീൻ, അങ്ങ് നഷ്ടക്കാരിൽ പെട്ടുപോകും നബിയേ. പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്താലോ നമ്മുടെ അമൽ അല്ലാഹ് എടുക്കുമോ? ഇന്ന് വരെ നിസ്കരിച്ചപ്പോൾ ഇശാ ബാങ്ക് വിളിച്ചില്ലേ? ആ നിസ്കരിക്കുന്ന ഇശാ നിസ്കാരം അല്ലാഹ് സ്വീകരിക്കുമോ? അതിനും നിസ്കരിച്ച കുറെ നിസ്കാരങ്ങളില്ലേ? നമ്മുടെ ആയുസ്സിനും വയസ്സിനും അനുസരിച്ച് ഹജ്ജ് ചെയ്തവരില്ലേ? നമ്മുടെ കുറെ സഹോദരങ്ങൾ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പുറപ്പെടാനിരിക്കുകയാണ്. അല്ലാഹു തആല മഖബൂലും മബ്റൂറുമായ ഹജ്ജ് കർമ്മം ചെയ്ത് ആഫിയത്തോടെ തിരിച്ചു വരാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഏതെങ്കിലും കർമ്മം അല്ലാഹ് എടുക്കുമോ? ശിർക്ക് ചെയ്താൽ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, പിന്നെ ശിർക്ക് ചെയ്തു, എന്നാൽ പൊളിയിലാന്നാണോ? നിങ്ങൾക്കറിയാം, ഷെയ്ഖ് ജീലാനി പറഞ്ഞത് അന്നൽ ഫത്ഹുർ റബ്ബാനി എന്ന കിതാബിൽ അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നമ്മൾ ചില ഉസ്താദുമാർ പറഞ്ഞെന്നറിയാം, നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോളല്ലേ, പിന്നെ ഇനി ശിർക്ക് വരുമോ എന്നാണ് ഷെയ്ഖ് ജീലാനി ചോദിക്കുന്നത്. കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ ഖൽബിക കം ഇലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യനോട് ശൈഖ് ചോദിക്കുകയാണ്, എടോ നീ എങ്ങനെയാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാ? നിന്റെ മനസ്സിൽ കം ഇലാഹിൻ, എത്ര ഇലാഹുകളാണ് നിന്റെ മനസ്സിലുള്ളത്? കുല്ലു ശൈഇൻ തഅതമിദു അലൈഹി വതതിഖു ബിഹി ദൂനല്ലാഹ് ഫഹുവ സ്വനമുക. അല്ലാഹുവിന് പുറമെ നീ അവലംബമായി കാണുന്ന, നീ വിശ്വസിക്കുന്ന എന്തെല്ലാം വസ്തുക്കളും ശക്തികളും വ്യക്തികളുമുണ്ടോ, ഫഹുവ സ്വനമുക, അത് നിന്റെ വിഗ്രഹമാണ്. ഫലാ യൻഫഉക തൗഹീദുൽ ലിസാനി മഅ ശിർക്കിൽ ഖൽബ്. അതുകൊണ്ട് നാവ് കൊണ്ട് നീ ലാ ഇലാഹ ഇങ്ങനെ പറയാ, തൗഹീദിനെ വചനം ലാ ഇലാഹ ഇങ്ങനെ പറയാ, എന്നിട്ടോ ശിർക്ക് ചെയ്യാ, അത് ഉപകരിക്കില്ല കേട്ടോ. ലാ ഇലാഹ ഇല്ല ചൊല്ലുന്ന മനുഷ്യനോടാ ശൈഖ് പറയുന്നത്. നമ്മുടെ ചില സഹോദരിമാരില്ലേ, ഉമ്മമാരില്ലേ,
അവരിങ്ങനെ അവരുടെ ചെറിയ കുട്ടിയെ തൊട്ടിൽ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ചൊല്ലിക്കൊടുക്കുന്നത് അവരുടെ താരാട്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ആ കുട്ടിയുടെ തല ഇങ്ങനെ അടുത്തുള്ള കട്ടിലോ ഡോറിലോ അലമാരയിലോ തട്ടിയാൽ ഒന്ന് വിളിക്കാൻ പതിനീങ്ങളെ എന്റെ കുട്ടി, എന്റെ കുട്ടി. ഓ സഹോദരി ചിന്തിച്ചോളൂ. ശൈഖ് ജീലാനി ചോദിക്കുക, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ ഖൽബിക കം ഇലാഹ്. നീ ലാ ഇലാഹ ഇങ്ങനെ പറയുന്ന മനസ്സിൽ വേറെ ഇലാഹുണ്ട്. അപ്പൊ ചിലർ പറയും അത് ഇലാഹ് എന്ന സങ്കല്പം വേറെ വേണ്ടേ, ഇലാഹിന് കൊടുക്കേണ്ട സംഗതി ആർക്ക് കൊടുത്താൽ ഇലാഹങ്കരായി. പിന്നെ ഇലാഹ് എന്ന സ്റ്റിക്കർ ഒട്ടിക്കേണ്ട ആവശ്യമില്ല, ഇലാഹാക്കിയെന്ന് പറഞ്ഞ ആവശ്യമില്ല. ഇലാഹിന് കൊടുത്താൽ മതി. ഇലാഹായ അല്ലാഹുവോടെ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അത് മൊയ്തീശയ്ക്ക് കൊടുത്താൽ മൊയ്തീശനെ ഇലാഹാക്കലായി. നിങ്ങൾ മുശ്രിക്കാക്കല്ല, നമ്മൾ ശിർക്ക് ചെയ്ത നമ്മുടെ അമൽ പൊളിഞ്ഞു. ഒരു ഉസ്താദിനും ഒരു ശൈഖുമാർക്കും മൗലാന്മാർക്കും രക്ഷപ്പെടാൻ കഴിയൂല എന്നുള്ള സത്യം മുൻകൂട്ടി പറഞ്ഞു കൂട്ടരെ, മുശ്രിക്കാക്കല്ല. അപ്പൊ ആ നിലക്ക് വളരെ ക്ലിയർ ആയിട്ട് ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഈ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു സംഗതി, മുസ്ലിയാർ ഇവിടെ ചോദിച്ചത്, ഞങ്ങൾ മുഹീദ്ദീന്മാരെ ചൊല്ലാറുണ്ട്, എന്താ പേര് തകരാറ്? ചില സാമ്പിൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. എന്താ പേര് തകരാറ് എന്നാണ് ഇവരുടെ ചോദ്യം. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാവില്ല എന്ന് പറഞ്ഞാൽ അവിടെ എന്തോ തകരാറുണ്ടല്ലോ. ഇരിക്കട്ടെ, ഞാൻ ചില ഉദാഹരണം പറയാം. എന്താ വൈദ്യമാര് പറയും, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകമെന്നോവര്, കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ണ് പോൽ കാട്ടിപ്പറഞ്ഞോവര്. രണ്ടോ ഓവറായി, രണ്ടോ ഓവർ തന്നെയാണ്. എന്താ സംഭവം? എന്താ സംഭവം? കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ നിങ്ങളുടെ കൽബകം എന്ന് ഓർമ്മ. കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ടുപോൽ കാട്ടിപ്പറഞ്ഞു ഓവർ എന്ന് പറഞ്ഞാല്, പച്ചമലയാളത്ത് പറഞ്ഞാല് അദൃശ്യ കാര്യങ്ങൾ വൈനീശികൾ അറിയുന്നു. ഷെയ്ഖ് പറഞ്ഞില്ല ഇല്ലേ? ഷെയ്ഖിന് ഉത്തരവാദിയല്ല കേട്ടോ. ഇതിന് ഷെയ്ഖിന് തെറ്റിദ്ധരിക്കില്ലേ? ഷെയ്ഖിന്റെ പേരിൽ മാലക്കാരുണ്ടാക്കിയതാണ്. അതിന് ഷെയ്ഖ് ജീലാൻ ഉത്തരവാദിയല്ല. അദ്ദേഹം പറഞ്ഞത്, ഈ ഇങ്ങനെ ലായിലാന്ന് പറഞ്ഞ മനസ്സ് വേറെ ഇലാഹുണ്ടായാൽ നീ ഇങ്ങനെ നാമോട് ലായിലാന്ന് പറഞ്ഞ് മനസ്സിൽ ശരിക്കുണ്ടായ ഒരു കാര്യമില്ല കേട്ടോ എന്ന് പറഞ്ഞാണ് ഷെയ്ഖ് ജീലാൻ. അങ്ങനെ പറഞ്ഞാണ് ഷെയ്ഖ് ജീലാൻ. എന്നിട്ട് ആ ഷെയ്ഖ് ജീലാന്റെ പേരുണ്ടാക്കിയ മാലയിൽ അദർശ കാര്യങ്ങൾ ആർക്കറിയും? ഇങ്ങനെ അദ്ദേഹത്തിന് അറിയും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന്റെ പേരിൽ പറഞ്ഞുകൊണ്ട് മാലയിൽ പ്രചരിപ്പിക്കുകയാണ്. എന്നാ പ്രിയമുള്ളവരെ, ഞങ്ങൾ പറയുന്നത് അങ്ങനെ അറിയില്ല എന്നാണ്. ഗൈബ് അറിയാന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകതയാണ്. അത് പേച്ചവാദാണ്, അത് പുത്തൻവാദാണ്. നോക്കപ്പെടും. സുന്നത്തമാത്തിന്റെ അടിസ്ഥാന പ്രമാണം എന്താ? ഖുർആൻ, പിന്നെ സുന്നത്ത് അല്ലേ? ഇതിന്റെ അടിസ്ഥാനത്തിൽ നോക്കപ്പെടും. ഞാൻ പറഞ്ഞു, ഇതൊരു വാശിന്റെ വിഷയമല്ല, ആ നിലക്കുള്ള ഏതെങ്കിലും നിലക്കുള്ള ഒരു കച്ചറിന്റെ വിഷയമല്ല, ആരോടെങ്കിലും ഒരു പ്രതികാരം തീർക്കുന്ന വിഷയമല്ല. ശരിക്കും വിഷയം മനസ്സിലാക്കി ഞാൻ ഒരു ചെറിയ സംഭവം പറയാം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം സൂറത്ത് ദാരിയാത്തിൽ അദ്ദേഹത്തിന്റെ ചില ചരിത്രത്തിന്റെ ഭാഗം അല്ലാഹു പറയുന്നു. അല്ലാഹു ചോദിക്കുകയാണ്, ഹൽ അതാക ഹദീസു ദൈഫി ഇബ്രാഹിം അൽ മുക്രമീൻ. അറിയാലോ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അരികിൽ എന്ത് ചെയ്യുന്നു? വിരുന്നാരുണ്ട്. ആരാ വിരുന്നാല്? മലക്കുകളാണ്, പക്ഷെ മനുഷ്യരൂപത്തിലാണ്. ഈ വന്ന വിരുന്നാല് മലക്കുകളാന്നുള്ളത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് മനസ്സിലായില്ല. നമ്മളെന്താ പറഞ്ഞത്? കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ മനസ്സിലായി. വൈദ്യമാരൊക്കെ എന്താ തെറ്റിയെന്നല്ലേ മൂല്യം ചോദിച്ചേ? പിടിച്ചോളി, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുവാൻ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോ പറഞ്ഞാ പറഞ്ഞത്.
അല്ലേ? എന്നാൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മൊയ്തീൻ ഷേഖിനെയും അതുപോലെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ രണ്ട് തട്ട് വെച്ചാൽ ഈ തട്ടിന് വെയിറ്റ് ഉണ്ടാവുക? സംശയമില്ല. അതിന് സംശയമൊന്നും അറിയില്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനായിരിക്കും അല്ലേ? അദ്ദേഹത്തിന് അറിഞ്ഞല്ലേ കൂടുതൽ. ശരി, ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അരികിൽ അവർ അദ്ദേഹത്തിന് കുട്ടി ഉണ്ടാകാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി മലക്കുകള് മനുഷ്യരൂപത്തിൽ വരികയാണ്. ഇദ്ദേഹത്തിന് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ ഈ വന്നത് മലക്കുകളാണെന്ന് അറിഞ്ഞില്ല. കുപ്പിനകത്തുള്ള വസ്തു മനസ്സിലായില്ല. നമ്മളിങ്ങനെ ഇങ്ങോട്ടേക്ക് പോയാലേ ബേക്കറി ആണല്ലേ, ആ ബേക്കറിയിൽ ഉണ്ടാവില്ല ഇങ്ങനെ പല ജാതി സാധനങ്ങൾ അല്ലേ? അത് പുറത്തേക്ക് അതിന് പല ജാതി ലൈറ്റിട്ട് പുറത്തേക്ക് ഇങ്ങനെ നോക്കിയങ്ങനെ കാണുന്ന ഈ നിലക്കുള്ള ചില്ലിന്റെ ഉള്ളിൽ ഇതുപോലുള്ള വസ്തുവിനെ പോലെ അറിയുന്നു. എന്നാലും ഇദ്ദേഹം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഥ ചരിത്രം പറയും. ഇദ്ദഖലൂ അലൈഹി ഫഖാലൂ സലാമാ ഖാല സലാം ഖൗമുൻ മുൻകറൂൻ. മലക്കുകൾ ചെന്നു. മലക്കുകൾ അദ്ദേഹം അറിയില്ല. സലാം പറഞ്ഞു, സലാം അടക്കി. ഖൗമുൻ മുൻകറൂൻ, പരിചയമില്ലാത്ത ആൾക്കാരാണല്ലോ അദ്ദേഹം കേട്ടു. പരിചയമുള്ള അറിയില്ല എന്താ പറയാ? കുപ്പിയകത്തുള്ള വസ്തുക്കൾ അറിയല്ലോ, അറിയില്ല എന്താ പറയാ? പരിചയിക്കുന്നല്ലോ പറയാം. ഖൗമുൻ മുൻകറൂൻ അറിയില്ലല്ലോ. നമ്മുടെ വീട്ടിലാരെയും വന്നാല് മനസ്സിലായില്ല, നമ്മൾ കേട്ടിട്ടൊക്കെ പറയും മനസ്സിലായില്ല, ആരെങ്കിലും കേൾക്കില്ലേ? ഇതേപോലെ ഖൗമുൻ മുൻകറൂൻ മനസ്സിലായില്ലല്ലോ, അപരിചിതരാണല്ലോ. ആർക്ക്? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ആരാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം? ഖലീലുല്ലാഹി, അല്ലാഹുവിന്റെ ഖലീൽ, ഇമാമുൻ നാസി, മനുഷ്യ വൃന്ദത്തിന്റെ ഇമാം. വിദേശികൾ എത്രയോ മേലെ അദ്ദേഹത്തിന് അറിഞ്ഞില്ല. അങ്ങനെ ഇദ്ദേഹം നേരെ നീങ്ങുന്നറിയാം. നേരെ വീട്ടുകാരിന്റെ അരികെ ചെന്നു. എന്നിട്ട് കുറച്ച് വേഗം ചെയ്തു നല്ലൊരു കുട്ടനെ വേവിച്ച് റെഡിയാക്കി കൊണ്ടേ കൊടുത്തു ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് കൊണ്ട്. ആർക്ക്? മലക്ക്. ഇദ്ദേഹത്തിന് ഈ വന്ന് മലക്കളാണ് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ നമ്മൾ മൊയ്തീമാരെ പറഞ്ഞ പോലെ അറിഞ്ഞു വിചാരിച്ചു. എന്തോ ഒരു നാടകല്ലേ. നമ്മുടെ വീട്ടിലൊരാളൊരു ഗസ്റ്റ് കൊണ്ട് അയാൾ നമുക്ക് ശരിക്കും അറിയാം അയാൾക്ക് ഒരു ഷുഗറിന്റെ പ്രശ്നം ഉണ്ടെന്ന് അറിയാം. അപ്പൊ അവൾക്ക് നല്ല പഞ്ചസാര കുത്തി കലങ്ങി കൊടുക്കും. നമ്മൾ കുടിച്ചുകൂടേണ്ടത് കൊടുത്താൽ അറിയാതെ പെടലുണ്ട്. അറിഞ്ഞാൽ കൊടുത്ത ആളെ ഇൻസൾട്ട് ചെയ്യുന്നത് അല്ലേ? ഈ മലക്കുകൾ, ഈ വന്നത് മലക്കുകളാണ്. മലക്കുകൾ തിന്നാൻ പാട്ടാൻ അറിയാം. ഈ മലക്കുകളെന്ന് അറിഞ്ഞുകൊണ്ട് ഈ മൂലിക്കുട്ടിയെ വേവിച്ച് കൊണ്ട് കൊടുക്കും അദ്ദേഹം. നിങ്ങൾ പറയാനോ എന്താ മൊയ്തിമാർക്ക് തെറ്റിദ്ധിമ തെറ്റിന് എന്താ വേണ്ടി? എന്നിട്ടോ അങ്ങനെ കൊണ്ടുവച്ചു കൊടുത്തു, വേവിച്ചു കൊണ്ടേ കൊടുത്തു. കൊടുത്തു മാത്രമല്ല, ഗസ്റ്റ് അല്ലേ, അവൻ ആദരിക്കണ്ടേ. എന്ത് ചെയ്യാണ്? കഴിച്ചുപൊളി വെറ്റൊക്കെ നീക്കിച്ചു കഴിച്ചത് അവരുടെ അരികിലേക്ക് അടുപ്പിച്ചു കൊടുത്തു, നീക്കിച്ചു കൊടുത്തു. കഴിയില്ല. തിന്നുമില്ലേ, കഴിക്കണില്ലേ? ഇവര് കഴിക്കണെന്ന് വെച്ചിട്ട് ഇവര് കഴിക്കണില്ല. അപ്പൊ ഇദ്ദേഹത്തിനാകപ്പാട് എന്തപ്പോ സംഭവം എന്നിട്ട് മനസ്സിലായില്ല. എന്നിട്ട് കുപ്പിയകത്തുള്ള വസ്തുവിനെ അറിഞ്ഞില്ല എന്ന് ഈ വന്നത് മലക്കണം. എന്തെന്ന് പറയോ? അപ്പൊ അത് അദ്ദേഹത്തിന് പേടി തോന്നുകയാണ്. ആ പേടി കണ്ടപ്പോ മലക്കുകൾ പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട ഇബ്രാഹീം, ജ്ഞാനിയായ ഒരു കുട്ടി ഉണ്ടാകാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത അവർ അറിയിച്ചു. അള്ളാഹുവിന്റെ മെസ്സേജ് എത്തിച്ചു കൊടുത്തു. ഇത് അദ്ദേഹത്തിന് നമ്മൾ മൊയ്തീമാല പ്രകാരം മൊയ്തീശകർക്ക് അതിന്റെ അപ്രകാരമുള്ള അദ്ദേഹം അപ്രകാരം അറിയുമെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗം നിങ്ങൾ പറയണം. നമുക്ക് നിങ്ങളെ നിലവ് കേട്ടപ്പോ അറിയില്ലേ ഇത് പറയാനാ വേണ്ടത് പറയുന്നേ. കൂട്ടുകാർ ആലോചിക്കും. പടച്ചോടുന്ന ബുദ്ധി എല്ലാവർക്കും ഇല്ലേ? ആലോചിക്കുക എന്ന് മാത്രമല്ല, ഇതിങ്ങനെ ഈ സംസാരം അദ്ദേഹത്തിന്റെ ഭാര്യ അപ്പുറത്ത് കേൾക്കുക. ആരാ ഭാര്യ? വൃദ്ധയാണ്, വന്ധ്യയാണ്, കുറെ കാലമായിട്ട് പ്രസവിക്കാത്ത പെണ്ണാണ്, പിന്നെ കൂടാതെ വൃദ്ധയുമാണ്. ഇതിങ്ങോട്ട് കേട്ടതായിരുന്നു അവര് പ്രസവിക്കാൻ പോകുന്ന വിവരം കേൾക്കാൻ പോകണം. കേട്ട്
വഖാലത് അജൂസുൻ അഖീം. ഖുർആനാണ് മറ്റേ മാലയാണ്, ഇതാണ് എടുത്തോളി, മറ്റേ ഒഴിവാക്കിയാണ്. എന്താ സംഭവം അറിയോ? ഇതൊക്കെ കേട്ടപ്പോ ഭാര്യ വാതുക്കൂടിനെ അപ്പുറത്തുങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സംസാരം ഒരൊച്ച ഉണ്ടാക്കിയാണ് മുന്നിക്കൊണ്ട് വന്നു. എന്തായി പറഞ്ഞ അവര് പ്രസവിക്കാൻ പോവാണ്. മാത്രല്ല മുഖത്തെ അടി എന്തൊക്കെ ഒരു അപ്പത്തെ വെപ്രാളത്തിൽ എന്തൊക്കെയാണ് ചെയ്തിട്ട് അവര് പറഞ്ഞു കാലത്തെ എന്താ ഈ പറഞ്ഞ ഞാനാരാണ്? വന്ധ്യയായ വൃദ്ധയാണ് ഞാൻ, വന്ധ്യയായ വൃദ്ധയാണ് ഞാൻ. ആ ഞാൻ പ്രസവിക്കുകയോ? അവര് പറഞ്ഞു അപ്രകാരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാല റബ്ബുക ഇന്നഹു ഹുവൽ ഹകീമുൽ അലീം എന്ന് അല്ലാഹുവിന്റെ ഓർഡറുണ്ടെന്നുള്ള മെസ്സേജാ കൊടുക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് പ്രിയമുള്ളവരെ, ഈ മഹീദ്ദീമാനക്ക് എന്താ തെറ്റെന്നല്ലേ ചോദിച്ചത്? കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ അറിയുമെന്നല്ലേ ആയി പറഞ്ഞത്? അറിയില്ല എന്നല്ലേ ഖുർആൻ പറഞ്ഞത്? ഇതിലേതാണ് സ്വീകരിക്കേണ്ടത്? ഖുർആനാണ് സ്വീകരിക്കേണ്ടതെന്നല്ലേ ഞങ്ങൾ പറഞ്ഞത്? ഇത് തെറ്റാണോ? ഇത് ബിദ്അത്തിന്റെ ആശയമാണോ? ശരിക്ക് ആലോചിച്ചോളൂ നിങ്ങൾ, ഇനിയും കേൾക്കണോ നിങ്ങൾക്ക്? ഇതുപോലെ എത്ര എത്ര സംഭവങ്ങളാണ്. ഞാൻ ചുരുക്കി മാത്രം പറയുകയാണ്. മഹാനായ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രമില്ലേ ഖുർആനിൽ? അവിടെ ആ മജീഷ്യന്മാർ അവർ ഓരോ കയറും നൂലും വടിയും ഒക്കെ ഇട്ടുകൊണ്ട് പാമ്പാക്കി നിലയ്ക്ക് അവരെ തോന്നിപ്പിക്കുകയാണ്. ആ സമയത്തതാ അവരെ അവിടെ വന്ന സാഹചര്യങ്ങൾ ഉണ്ടല്ലോ, മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം തോൽപ്പിക്കാൻ നിലയ്ക്ക് വന്ന ആളുകൾ അവരെ പരാജയപ്പെടുന്ന രംഗം നമുക്കറിയാലോ. എങ്ങനെയാണ് അല്ലാഹുവിന്റെ മുഅ്ജിസത്തോടെ വിജയിക്കുകയാണ്. പക്ഷേ ഇവരുടെ ഈ കയറും നൂലൊക്കെ ഇങ്ങനെ എറിയുന്നതായി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം തോന്നിയപ്പോ അദ്ദേഹത്തിന് പേടി തോന്നുകയാണ്. അല്ലാഹു പറഞ്ഞു ഖുൽനാ ലാ തഖഫ് ഇന്നക അൻതൽ അഅ്ലാ. ഇനി കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കാൻ പോകണം? അല്ലാഹുവിന്റെ ഉത്തരപ്രകാരം അദ്ദേഹം വടിയിടും. അപ്പൊ ഈ സാധനങ്ങളൊക്കെ ഇത് പിടിച്ചു വിഴുകും. ഇദ്ദേഹത്തിന് അറിയോ? മൂസാനബിക്ക് മുൻകൂട്ടി അറിയോ? ഭാവി കുറഞ്ഞ മിനിറ്റുകളോ നിമിഷങ്ങളോ അല്ലെങ്കിൽ മിനിറ്റുകളോ കഴിഞ്ഞ് അപ്പുറത്ത് അറിയാൻ പോണ സംഗതിയാണ്. ഇതറിയോ? അറിയെങ്കിൽ അദ്ദേഹം പേടിക്കോ? പേടിച്ചില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണ്ടെന്നുള്ള പറയോ? അല്ലെങ്കിൽ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാൽ സംഭവിക്കാൻ പോണ സംഭവം എന്താണ്? മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ വടി അത് പാമ്പായി മാറുകയും അത് ഇവയുടെ ഈ സാധനങ്ങളൊക്കെ പിടിച്ചു വിടുകയും ചെയ്യും എന്ന് അദ്ദേഹത്തിന് അറിയെങ്കിൽ ഇദ്ദേഹം പേടിക്കോ? പേടിച്ചിട്ടില്ലെങ്കിൽ അല്ലാഹു പറയുന്നു പേടിക്കണ്ട, നിങ്ങൾ പേടിക്കണ്ട മൂസാ, ഇന്നക അൻതൽ അഅ്ലാ, നിങ്ങൾക്ക് മേലെ വിജയിക്കുക എന്ന് പറയോ? ഖുർആനാ കൂട്ടരേത്. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രമാണിത്. ഇനിയും കേട്ടോളി. മാലക്കെന്താ തകരാറുന്നല്ലേ? മാലക്കെന്താ തകരാറുന്നല്ലേ? കേട്ടോളി. ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കല് ഒരു കല്യാണ സദസ്സിലേക്ക് ചെല്ലുകയാണ്. നമ്മൾ കേട്ടിട്ടുണ്ട്. ആ കല്യാണ സദസ്സിലേക്ക് ചെല്ലുമ്പോ അവിടെ ചില ചെറിയ മക്കൾ, ചെറിയ പെൺകുട്ടികൾ, കൊച്ചുമക്കൾ, അവരിങ്ങനെ അവരുടെ പിതാക്കൾ ബദർ യുദ്ധത്തിൽ നടത്തിയ ധീരമായ സംഭവങ്ങൾ, ചരിത്രങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് പാട്ടുപാട്. മാപ്പിളപ്പാട്ടുകൾ നമ്മള് അതേമാതിരി ഞങ്ങൾ പറയാൻ കാര്യം ഞങ്ങൾ മാലയാണ് ആ ഒരുതാരൊക്കെ അറിയാൻ. അതെന്താണ് നമ്മൾ ഈ മാപ്പിളപ്പാട്ടുകളുണ്ടോ? ബദർ മാല ബദർ പാട മറ്റേ പാട്ടൊക്കെ പറഞ്ഞ് അത് മാലല്ലോ. ഏത് മാപ്പിളപ്പാട്ടുണ്ടല്ലോ. ഈ ജാതി സാധന ആ നിലക്കുള്ള ഒരു പാട്ട് പാടാൻ മക്കളെ ഇത് പാടിക്കൊണ്ടിരിക്കും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കൾ ചെയ്തത് വൈദ്യുതി മാറ്റി. മക്കൾ പറഞ്ഞു പാടി ഭാവിയിലെ നാളെ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്ന ഒരു നബി ഞങ്ങൾക്കിടയിലുണ്ട്. ഞങ്ങൾക്കൊരു നബി ഉണ്ട്. ആ നബിയുടെ പ്രത്യേകത എന്താണ്? ഭാവിയുടെ കാര്യങ്ങൾ അറിയും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല സുന്നത്തമാതിരി മക്കളാണല്ലോ, ഞാൻ കൂടി പഠിപ്പിക്കാതെ എങ്ങനെ കുട്ടികൾക്ക് മനസ്സിലായി? നല്ല മക്കള് ഈ പിറ്റപ്പ് പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്തിട്ടോ? ഇല്ലല്ലോ മൊയ്നേറെ. എന്താ ചെയ്തത്? അവിടെ നിന്ന് പറഞ്ഞു ഇങ്ങനെ പറയരുത്. നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അത് പറഞ്ഞോളി, ഇത് പറയരുത് എന്ന് പറഞ്ഞു. അതായത് നേരത്തെ പാടിയില്ലേ അത് പാടിക്കോ, ഇത് പാടരുത്. അവളെ പേരോട് മുസ്ലിം
അറിയാം ഏത് മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞാൽ സിഎമ്മിനെ പറ്റി പറഞ്ഞാൽ ശിർക്കാണ് എന്ന് തഫ്താസാനിയുടെ ശർഹുൽ മഖാസിദ് എന്ന കിതാബ് വെച്ചുകൊണ്ട് അവർക്കിടയിൽ ആൾക്കാർക്കിടയിൽ തന്നെ മറുപടി പറയുന്ന പേരോട് മുസ്ലിയാണ്. അല്ലാഹു ഇനിയും ഹിദായത്ത് വർദ്ധിപ്പിക്കുമാറാവട്ടെ. കുറെ റെഡിയായിട്ടുണ്ട്, ബാക്കി ദുആ ചെയ്യാം. സാധ്യതണ്ട് അതിലും വലിയ മൂല്യവൻ വല്ല മാറിയില്ലേ? അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. ധൈര്യമായിട്ട് ആമീൻ പറഞ്ഞു ദുആ ചെയ്തോളൂ, ഒരു പ്രശ്നം ഇല്ല. അല്ലെങ്കിൽ കത്തില്ലാത്ത ആൾക്ക് എല്ലാവരും കൊടുക്കാനല്ലേ, ഇവിടെ ഒന്ന് മൂലം കൊടുക്കട്ടെ. അപ്പോ മൂപ്പര് പറഞ്ഞിരുന്നത് പഴയ കഥ ഇപ്പൊ എന്താ പറയുന്നറിയില്ല, പുതിയ ലേറ്റസ്റ്റ് എനിക്ക് കുറെ മാറ്റം ഉണ്ടായിട്ടില്ല. ഉമ്മ പറഞ്ഞു, മക്കളെ നിങ്ങൾ ഇതുവരെ പാടിയില്ലേ, അതിന്റെ പാടിപ്പോയി, ഇപ്പൊ പാടി പിന്നെ പാടപ്പ പാടണ്ട. പിന്നെ എന്താ പാടിയത്? ഞങ്ങളുടെ നബിന്റെ ആ നബിക്ക് ഭാവി അറിയാന്നല്ലേ പറഞ്ഞത്, അപ്പൊ പാടണ്ട പിന്നെ പാട, ഇപ്പൊ ഇതുവരെ പാടിന്റെ പാടിക്കൊടിയുന്നത് വേറെ പോലെയായിരുന്നു. ഇപ്പൊ പറഞ്ഞത് റസൂലുള്ളാഹി ഒന്നും വിരോധിച്ചില്ല. ആ കുട്ടികൾ പാടിപ്പോ ഒന്നും വിരോധിച്ചില്ല. ആ മൂലയിൽ കിടപ്പ് നാടാകപ്പാട് സംഭവമാക്കപ്പാട് ഇറങ്ങാനായി കിടക്കുകയാണ്. എപ്പോ കിടക്കില്ല, കാരണം പനി വന്ന പനിക്കാണ് ഒട്ടിച്ചിട്ടുണ്ട്. ആ നിരക്ക് കല മാറ്റിയിരിക്കണം. ഞാൻ പറയുന്നത് ഇവിടെ റസൂലുള്ളാഹി എന്താ ചെയ്യുന്നറിയോ? ഇത് പറയരുത്, ഇത് പാടരുത് എന്നാ പറഞ്ഞത്. ഇബ്നു മാജ ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ കാണാം, അമ്മാ ഹാദാ ഫലാ തഖൂലുഹു, ഇത് നിങ്ങൾ പറയരുത്. ഏത് വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദീൻ, മക്കളെ നിങ്ങൾ പറയരുത്. എന്താ കാരണം? അത് പിന്നെ പാടിക്കൂടി എന്നല്ല പറഞ്ഞത്, മാ യഅലമു മാ ഫീ ഗദീൻ ഇല്ലല്ലാഹ്. മക്കളെ ഭാവിയിലെ കാര്യങ്ങൾ അറിയാന്നുണ്ടല്ലോ, അത് അല്ലാഹുക്കല്ലാതെ അറിയട്ടോ. എനിക്കറിയില്ല എന്നതിന്റെ അർത്ഥം ഈ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും വല്ല വിവരവും അദൃശ്യമായി കിട്ടണമെങ്കിൽ വഹി വേണ്ടിയിരുന്നു. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അല്ലെങ്കിൽ അറിയില്ലായിരുന്നു. നിങ്ങൾ നോക്കി, അങ്ങനെയുള്ള ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു മേലെ മൊയ്തീശേഖ് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം ഞാൻ ഇങ്ങനെ അറിയാം അല്ലേ? കണ്ണിൽ കാണാത്തത് കൽബകത്തുള്ളതിന് അറിയാം അല്ലേ? എനിക്കൊക്കെ കത്തുകൂടാ വിഷയത്തിൽ പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ സുദ്ദീഖിന്റെ മോള് ആയിഷ റളിയല്ലാഹു അൻഹ, അവരെ കുറിച്ച് മുനാഫിഖുകൾ പച്ചനോണ വ്യഭിചാരോട് പറഞ്ഞുണ്ടാക്കിയില്ലേ? അത് നാട്ടിലങ്ങ് പ്രചണ്ഡമായി പ്രചരിച്ചില്ലേ? ആ സമയത്ത് എന്താണ് വസ്തുത എന്ന് നിജസ്ഥിതി എന്നറിയാതെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ വിഷമിച്ചു കഴിയാൻ. റസൂലുള്ളാഹി മാത്രമല്ല, മുസ്ലിം സമൂഹം അടക്കം വല്ലാതെ എന്താണ് സംഭവം അറിയില്ല. ഇങ്ങനെ പ്രചരിച്ചുകൊടുക്കുകയാണ്. അങ്ങനെ പ്രചരിച്ച് വല്ലാതെ അങ്ങടായി. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിവരമൊന്നും കിട്ടുന്നില്ല. ആ സമയത്ത് അങ്ങനെ ഒരു മാസം കഴിഞ്ഞ് ആയിഷ ബി പറയുന്നുണ്ട്, കേട്ടോളി, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ ഈ വിഷയത്തിലെ വസ്തുത എന്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞോ? കേട്ടോളി, ഇമാം ബുഖാരി ഉദ്ധരിക്കുകയാണ്, വഖദ് മക്കത ശഹ്റൻ ലാ യൂഹാ ഇലൈഹി ഫീ ശൈഇൻ ശൈ. ആയിഷ ബിബി റളിയല്ലാഹു പറയാണ്, എന്റെ വിഷയത്തിൽ വഹയൊന്നും വരാതെ ഒരു മാസം അല്ലാഹുവിന്റെ റസൂൽ കഴിച്ചു കൂട്ടി. എന്നിട്ടോ അങ്ങനെ ഈ ഒരു മാസത്തിന് ശേഷം റസൂൽ വന്നിട്ട് പറയുന്നുണ്ട്, ആയിഷ വല്ലാത്തൊരു രംഗമാണ് പ്രിയമുള്ളവരെ. ആയിഷ ബിബിയുടെ അരികിലേക്ക് റസൂൽ കടന്നു വരികയാണ്. എന്നിട്ട് പറഞ്ഞു, ഫഇന്നഹു ബലഗനി അൻകി കദാ വകദാ. ആയിഷ തന്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട്, തന്റെ സഹധർമ്മിണിയെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി പറയാണ്, ആയിഷ നിന്നെ കുറിച്ച് ഇങ്ങനെ ചില വാർത്തകൾ ഞാൻ കേട്ടു. നാട്ടിൽ പരന്ന പാട്ടാണ്, അങ്ങാടി പാട്ടായിട്ടുണ്ട്. എന്ത് ഒരു കള്ളക്കാരി, ഒരു കള്ള വിഷയം ഒന്നും ഉണ്ടായി നടന്നിട്ടില്ല, വേണ്ടാമത്തെ നടന്നിട്ടില്ല. മുനാഫിഖുണ്ടാക്കിയ പച്ചക്കള്ളം കെട്ടിച്ചമച്ചുണ്ടാക്കിയ കാര്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സുഹാസിൽ പറയാണ്, ഇങ്ങനെയൊക്കെ ചില വിവരങ്ങളുടെ അരികിലെത്തി ആയിഷ. എന്നിട്ട് പറയാണ്, ഫഇൻ കുൻതി ബരീഅതൻ ഫസയുബരിഉകില്ലാ. ആയിഷ ഈ ആളുകൾ പറയുന്ന പോലെ നീ ചെയ്തിട്ടില്ല എങ്കിൽ, നീ തെറ്റുകാരിയല്ല എങ്കിൽ, ആയിഷ നിന്റെ നിരപരാധിത്വം അല്ലാഹു വെളിവാക്കും. നീ പേടിക്കണ്ട, നീ വിഷമിക്കണ്ട, അല്ലാഹു നിന്റെ നിരപരാധിത്വം വെളിവാക്കും. ആയിഷ ഒന്നുകൂടി നീ പേടിക്കണ്ട. അടുത്ത വാചകം എന്താണെന്നറിയോ? വഇൻ കുൻതി. കേൾക്കണേ പ്രിയമുള്ളവരെ, തങ്ങളുടെ ആശയമാണ്
ഒരുപാട് സുന്നത്തിമാർക്കും ധരിച്ചു നിൽക്കുന്ന സമസ്തയുടെ പ്രവർത്തകരെ സ്നേഹത്തോടെ പറയാൻ ആക്ഷേപിച്ചുകൊണ്ടല്ല. നമ്മുടെ ഇവിടെ പ്രചരിപ്പിക്കുന്ന മാല പറയുന്നത് കുപ്പിയകത്തുള്ള വസ്തുവിന് പല അറിയുന്നല്ലേ, കൽപ്പനത്തോട് അറിയുന്നല്ലേ. എന്നാൽ ഇതാ ബുഖാരി ഉദ്ധരിച്ച സംഭവമാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഭാര്യയോട്, വഇൻ കുന്തി അൽമുൻതി ബിദംബിൻ, ആയിഷ ഈ ആളുകൾ പറയുന്ന പോലെ നീയെങ്ങാനും ആ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവോട് നീ തൗബ ചെയ്യണേ ആയിഷ, അല്ലാഹുവോട് നീ ഇസ്തിഗ്ഫാർ ചെയ്യണേ ആയിഷ. എന്നേ ഫഇന്നൽ അബ്ദ ഇദാ ഇഅ്തറഫ ബിദംബിഹി ثم تاب الله عليه. ആയിഷ, ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തിട്ട് ആ തെറ്റ് അല്ലാഹുവിലേക്ക് ഖേദിച്ച് പറഞ്ഞ് തൗബ ചെയ്താലുണ്ടല്ലോ അല്ലാഹു പുറത്തു കൊടുക്കും. ആയിഷ, നീ പേടിക്കണ്ട, അല്ലാഹു പുറത്തു വരും. നീ ആളുകൾ പറയുന്ന പോലെ ആ തെറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നീ അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ നടത്തിക്കോ, തൗബ ചെയ്തോ എന്ന് ആയിഷ ബിവിയോട് പറയാണ്. നിങ്ങൾ ആലോചിക്കുക, ശരിക്കാലോചിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുത്തെ വസ്തുത കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ മാലയിൽ പറഞ്ഞ പോലെ അറിയുമായിരുന്നെങ്കിൽ ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയോ തന്റെ ഭാര്യയോട് ഇങ്ങനെ പറയോ? ഇല്ലല്ലോ, അറിഞ്ഞില്ല. ഇതിന്റെ മേലെയാണോ മുഹീദ്ദീൻ ശൈഖ്? ഒന്ന് സ്വസ്ഥമായിട്ട് ആലോചിക്കണേ. അല്ലാഹു നീ ഹിദായത്ത് നൽകണേ റഹ്മാനേ. ശരിക്കാലോചിച്ചോളിങ്ങൾ. ഇങ്ങനെ എത്ര സംഭവങ്ങളാണ് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് മാലക്ക് തെറ്റി എന്ന് ചോദിക്കുന്ന സഹോദരങ്ങളോട് ഈ നിലയ്ക്ക് വളരെ സ്നേഹത്തോടെ പറയണം. ഇനിയോ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ അറിയുമെന്ന് പറഞ്ഞത് പോലെ തന്നെ എന്താണ് ഇതേപോലെ എന്താ ഇതിൽ പറയാണ്, വല്ല നീലത്തീനും എന്നെ വിളിപ്പോർക്ക് വായിക്കൂട ഉത്തീനം നൽകും ഞാനെന്നോ ഇത് മൊയ്തീൻ ശൈഖേ എന്ന് വിളിച്ച് വായ കൂടുതൽ മുമ്പ് അള്ളവരെ അങ്ങനെ പറഞ്ഞില്ല. അത് കഴിയാത്തോണ്ടല്ല, അല്ല അങ്ങനെ പറഞ്ഞില്ല. അള്ളാഹ് പറഞ്ഞത് നിങ്ങൾ ചോദിച്ചോളി, ഞാൻ ഉത്തരം തരാം. അത് വിശ്വാസം വിശദീകരിച്ചു. ചിലപ്പോൾ നമ്മളെ ചോദിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോഴോ അത് തരില്ല, അതേ അളവുള്ള വേറെ പ്രയാസം വന്നിരിക്കും. ചിലപ്പോഴോ അത് രണ്ടുമല്ല, അത് പരലോകത്തിന് പുണ്യകരമായി സൂക്ഷിച്ചു വെക്കും. ഇവിടെ പറയത് മൊയ്തീൻ ശൈഖേ എന്ന് പറഞ്ഞ വിളിച്ച് വായ കൂടുന്നതിന് മുമ്പ് വല്ല നിലത്തീനും അതൊക്കെ ഇപ്പൊ ചർച്ചയാണ്. മുദബ്ബിറുൽ ആലം, ഖുതുബുൽ ആലം, അല്ലേ? നല്ല ചർച്ച. മുദബ്ബിറുൽ ആലം, ആലം എന്താ? മാസിവൽ ബാരി, അള്ളൊഴിച്ചുള്ള ബാക്കിയെല്ലാം അതാണ് ആലം, ലോകം എന്ന് പറഞ്ഞാൽ. അവൻ ലോകത്ത് എവിടെന്ന് വിളിച്ചാലും മൊയ്തീൻ ശൈഖ് ഉത്തരം ചെയ്യും. അതേ ഗ്രേഡ് തന്നെ ആരും CM എന്നാണ് പറഞ്ഞല്ലോ. അവരൊക്കെ എവിടെ നിന്ന് വിളിച്ചാലും ഉത്തരം ചെയ്യും. അപ്പോ ഈ ആലോചിച്ച് നോക്കൂ, ഈ ഇസ്തിഗാസയുടെ വാദം ശരിക്കും ഇവിടെ നമ്മൾ മൂല്യം പറഞ്ഞെന്താ? അത് മുദബ്ബിറുലാലെന്ന് പറഞ്ഞ സ്റ്റേജ് അധ്യക്ഷന് പോയിക്കാണ്. മൂപ്പരെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ അവിടെ, അല്ലേ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ മരിച്ചു വരാൻ അധ്യക്ഷനാണ് ഇവിടെ കഴിഞ്ഞ പരിപാടിക്ക് ഇനി അടുത്ത പരിപാടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ പരിപാടി ഒക്കെ ഉണ്ടെങ്കിൽ അതിന് അധ്യക്ഷനെ മൊയ്തീൻ ശൈഖ് നമുക്ക് അടുത്തതായി ക്ഷണിക്കാൻ വേണ്ടി ഇന്ന കാര്യം ക്ഷണിക്കുന്നു. അതൊക്കെ കാത്തിക്ക വേറെ ഉള്ളവരെ കഴിഞ്ഞു ക്ഷണിഞ്ഞുകൊണ്ട് ക്ഷണിക്കേണ്ടല്ല. എന്തെങ്കിലും പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാക്കോ? ഈ സ്റ്റേജിന്റെ അധ്യക്ഷത പോലെയാണ്. അത്രേ ഉള്ളൂല്ലേ? മുദബ്ബിറുൽ ആലം അല്ലേ? അവിടെ എത്തിയല്ലേ? എന്നാൽ അതേക്കാണ് ഈ പറഞ്ഞത് മൊയ്തീൻ ശൈഖിനെ പറ്റി. നിങ്ങളുടെ കണക്കിൽ രണ്ട് ഖുതുബുൽ ആലമല്ലേ, രണ്ട് മുദബ്ബിറുൽ ആലമല്ലേ? അപ്പൊ ഈ അടുത്തൊരു മൊഴിയെ പറഞ്ഞു വല്ല നിലത്തിന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഭൂമിയിൽ നിലത്തതാണ്. അവിടത്തിൽ ഭൂമിക്ക് ചുരുങ്ങിയല്ലോ. ഭൂമിന്റെ പുറത്തോടെ ഒരാളെന്ന് ചെയ്യാണ്. ഇപ്പോ ചന്ദ്രനൊക്കെ കുറെ കാലമാണ്. ഒരു മൂല്യം കരുതുക, സപ്പോസ് ചന്ദ്രനിലെത്തി, അവിടുന്ന് മൂല്യം ഇടങ്ങാറായി, അവിടുന്ന് CM വിളിക്കാൻ പറ്റുമല്ലേ? പറ്റൂല്ലേ? അത് പറ്റൂല. നല്ല നിരത്തുന്നത് ഭൂമിയിലാണ്. ഇപ്പൊ നിങ്ങളുടെ മുദബ്ബിറുൽ ആലം എവിടെ? വല്ല നിലത്തി എന്ന് പറഞ്ഞ മുമ്പുകാലത്ത് പറഞ്ഞത് എവിടെ നിന്ന് വിളിച്ചാലും നെയ്യൂ, ഇല്ലേ?
പോലെ ലിമിറ്റ് ചെയ്തു അല്ലേ ഇൻഷാ അല്ലാഹ് അവിടുന്ന് ചുരുക്കിക്കൊണ്ടുവരും മുജാഹിദുകൾ. അവസാനം ആ മുഹീദ്ദീൻ ശൈഖ് വിളിച്ച് പ്രാർത്ഥിച്ച, ബദരീങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ച, അല്ലാഹുവോട് മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ ഞങ്ങൾ പറയുന്നുണ്ടല്ലോ, അവിടേക്ക് വരെ എത്തുന്നെങ്കിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇത് ജനങ്ങൾ കേൾക്കല്ലേ, പഴയമായില്ല. പഴയ കാലത്തൊക്കെ എന്നുള്ളത് മുജാഹിദിന്റെ പരിപാടി കേൾക്കാൻ പാടില്ല, കേൾക്കാൻ പഠിച്ചു. ഇപ്പൊ SSFന്റെ കുട്ടികൾ കേൾക്കാണ്. ഒരു വലിയ പോലെ കേൾക്കണ്ടോന്നേ നോക്കുള്ളൂ, കേൾക്കേണ്ട മാത്രല്ല എത്രയോ മുജാഹിദിന്റെ പ്രോഗ്രാം, എത്രയോ ലൈവ് ഇങ്ങനെ കേൾക്കുമ്പോ റൂമിൽ കേൾക്കാണ്. ഇവരെ പഠിച്ചോനെ ഈ മൂല്യന്മാർ പറഞ്ഞ വാദം, ഇതിന്റെ മുമ്പ് മുജാഹിദികൾ പറഞ്ഞ പല വാദങ്ങളും എന്നിങ്ങനെ പറയാണ്. മുദബ്ബിറുൽ ആലം എന്നെ അന്നല്ലാത്തവരെ പറ്റി പറഞ്ഞ ശിർക്കാണെന്ന് നമ്മൾ പറഞ്ഞ സംഗതി ഇവർക്ക് ഇങ്ങനെ പറയാൻ തുടങ്ങാണ്. അത് ദഫ്താസാന്റെ കിതാബ് വെച്ചോണ്ട് പേരോട് പറയാണ്. ആ രൂപത്തിലേക്ക് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. അവ ചുരുക്കത്തിൽ എന്താണ് തെറ്റ് എന്ന് ചോദിക്കുന്നവരോട് സ്നേഹപൂർവ്വം പറയും. ഈ നിലയ്ക്ക് ധാരാളം തെറ്റുകളുണ്ട്. ഇനി കുതുബിയത്തോ, ഞാൻ കഴിഞ്ഞവനെ പറഞ്ഞിരുന്നു, യാ ഖുതുബ ഹിസ്സമാ വൽ അർളി ഗൗതഹുമാ യാ ഫൈദ ഐനി വജൂദൈഹി വഗൈതഹുമാ. എന്താണ്? ആകാശലോകത്തും ഭൂമിലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനെ. ആരാ മഴ പെയ്യുന്നത്? മുഹീദ്ദീൻ ശൈഖോ? തമിഴ്നാട്ടിൽ മനുഷ്യൻ ഉണ്ടാക്കിയ ഈ ഖുതുബിയത്തിൽ പറയുന്നത് മുഹീദ്ദീൻ ശൈഖാണ് എന്നാണ്. ചോദിക്കട്ടെ, മുഹീദ്ദീൻ ശൈഖിന് മഴ കൊടുത്തതാരാ? അല്ലല്ലേ? മുഹീദ്ദീൻ ശൈഖിന് മുമ്പ് മഴ കൊടുത്തതാരാ? അല്ലല്ലേ? പേരോട് സഖാഫി ചോദിച്ച പോലെ ചോദിക്കട്ടെ, എന്റെ ഈ CM കണ്ണു ചിമ്മിയാൽ വിമാനങ്ങളെല്ലാം തകർന്നു പോകും എന്ന് ഇവിടെ മുസ്ലിയാക്കന്മാർ പറഞ്ഞപ്പോ പേരോട് മറുപടി പറഞ്ഞു. അത് ആൾക്കാർ സംശയിക്കൂടെ? മൂപ്പരുണ്ടാണ് മുമ്പോട് വിമാനല്ലേ? മാത്രല്ല മൂപ്പര ലോകം നിയന്ത്രിക്കുന്നവരെ മൂപ്പര മുമ്പോടെ ലോകല്ലേ എന്ന് മനുഷ്യന്മാർ ചിന്തിക്കൂടെ എന്ന് പേരോട് ചോദിക്കാണ്. ആ ചോദ്യം നിങ്ങൾ സ്നേഹപൂർവ്വം നിങ്ങൾ ചോദിക്കാണ്. കുതുബിയത്തിന്റെ വിഷയത്തിലും എന്ന് ഈ മുഹീദ്ദീൻ ശൈഖിന് മുമ്പ് മഴല്ലേ? ഇവിടെ മുഹീദ്ദീൻ ശൈഖാണോ പെയ്യിച്ചത്? കുതുബിയത്തിൽ എന്താ തെറ്റ് എന്നാണോ ചോദ്യം? ഒരു തെറ്റില്ല. ഇനിയോ ബസ്സിർ ഫുആദി സിറാതൻ അൻത സാലികുഹു വല്ലാഹു അഅതാകഹു ഫഅൻത മാലികുഹു വനജ്ജിഹി മിൻ ലമാ ഫിഹാ മഹാലികുഹു സുൽത്താന കുല്ലി വലി മുഹിയദ്ദീൻ. എന്താ പറയുന്നത്? ഇങ്ങനെ ചൊല്ലി പറയണം. ബസ്സിർ ഫുആദി, ശൈഖേ എന്റെ ഹൃദയത്തിന് ഉൾക്കാഴ്ച നൽകണം. എങ്ങോട്ട്? സിറാത്തൻ അൻത സാലികു, അങ്ങ് പ്രവേശിച്ചൊരു മാർഗമുണ്ടല്ലോ, ആ മാർഗത്തിലേക്ക്. അങ്ങ് ഹിദായത്തിലാണല്ലോ ശൈഖേ, അങ്ങ് ഹിദായത്തിലാണല്ലോ. ആ ഹിദായത്തിലേക്ക് എനിക്ക് കൂടെ, എനിക്ക് എന്റെ മനസ്സിന് കൂടെ ഹിദായത്തിലാക്കണേ എന്ന് ആരോടാ ചോദിക്കണത്? ശൈഖിനോട്. ഈ കുതുബിത്ത് ഒഴിവാക്കാൻ ഞങ്ങൾ പറഞ്ഞ ഞങ്ങൾ പിഴച്ചോരോ? നമ്മൾ ഇന്നും നിസ്കരിച്ചപ്പോ ചോദിച്ചു റബ്ബിനോട്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹ് നീ ഞങ്ങളെ സിറാത്തുൽ മുസ്തഖീമിലാക്കണേ എന്ന്, നേരായ മാർഗത്തിലാക്കണേ എന്ന് റബ്ബിനോടാ ചോദിച്ചത്. അത് നിസ്കാരം കഴിഞ്ഞാൽ അല്ലാഹുവാ ചോദിക്കേണ്ടത്. നിസ്കാരം കഴിഞ്ഞിട്ട് ആ കുതുബിയത്തിൽ ശൈഖിനോടാ ചോദിക്കുന്നത്. അതിന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കുതുബിയത്ത് ഒഴിവാക്കണേ എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും കഴിഞ്ഞിട്ടുണ്ടോ ആർക്കെങ്കിലും ഹിദായത്ത് കൊടുക്കാൻ? തന്റെ പിതൃവ്യൻ അബൂ ത്വാലിബ് അല്ലേ, അദ്ദേഹം മുസ്ലിമായിരുന്നില്ല, ഇസ്ലാം സ്വീകരിക്കാതെ മരിച്ചുപോയ ആളാണ് അബൂ ത്വാലിബ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്ന് ശ്രമിച്ചിട്ടുണ്ട്, കുറെ അധ്വാനിച്ചിട്ടുണ്ട്, പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ക്ഷണിച്ചിട്ടുണ്ട്. മുത്താപ്പ നിങ്ങളൊന്നും പറയില്ല ഇലാഹില്ല. ആ മരിക്കിനെ തൊട്ടു മുമ്പ് വരെ ചെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ കാരണന്മാരൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, നോക്കി ആരെ നോക്കില്ലല്ലോ. അപ്പോ ഇദ്ദേഹം പറഞ്ഞു, മോനെ മുഹമ്മദ്, നീ പറയുന്ന ഈ സംഗതികളല്ലോ അതാണ് ശരി, നമുക്കറിയാം. പക്ഷെ ഞാൻ ഒരു സ്വീകരിച്ച സംഭവിക്കൽ എന്താണ്? അത് അവസാന സമയം ഞാൻ പഴിച്ചു പോയത് നമ്മളെ കാരണന്മാർ പറഞ്ഞു. ആദ്യം ഉൾക്കൊള്ളാൻ കഴിയൂല മുഹമ്മദെ മോനെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞുകൊണ്ടിറങ്ങി വരികയാണ്. അല്ലാഹു ആയത്തിറക്കുന്നുണ്ട്, നബിയേ ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിൻ
വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. അങ്ങ് ഉദ്ദേശിച്ചവരെ അങ്ങല്ല ഹിദായത്തിലാക്കുന്നത് അള്ളയാണ്, അങ്ങല്ല. നോക്കൂ, അങ്ങ് ഉദ്ദേശിച്ചവരെ അങ്ങക്ക് ഹിദായത്തിലാക്കാൻ കഴിയില്ല. അങ്ങ് ഉദ്ദേശിച്ചവർ അവനാണ് ഹിദായത്തിലാക്കുന്നത്, നിങ്ങളല്ല. എന്നിട്ട് അതിനേക്കാണ് താഴെ മൊയ്തീശൻ പറയുന്നത് അല്ലേ, ശൈഖിനോട് പറയണം. ഇനിയോ എന്റെ ഹൃദയത്തെ അഥവാ എന്നെ നരകത്തിൽ രക്ഷപ്പെടുത്തണേ. ആരാ കൂട്ടർ നരകത്തെ രക്ഷപ്പെടുത്താൻ? മൊയ്തീകൾ ആലോചിച്ചു, എന്താ ഈ സാധനത്തിൽ നിന്ന് ആലോചിച്ചോളി. ഒരു ഈണത്തെ ചെല്ലുന്നെങ്കിൽ ഇന്ന് പെട്ടുകൊണ്ട അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മോളോട് പറയുന്നുണ്ട്, മോളെ യാ ഫാത്തിമ കിതഅത കബദി, എന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ, സലീമിൻ മാലി, ഉപ്പയുടെ മുതലെന്ന് ചോദിച്ച മോളെ കഴിയുന്ന തരാം. പക്ഷെ ഒന്നുണ്ട്, വഅൻകദി നഫ്സകി മിനൻ നാർ, നീ നിന്നെ നരകത്തിൽ കാത്തോളണം മോളെ. ഫഇന്നി ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈഅ, ഉപ്പാക്കൊന്നും ചെയ്താൽ കഴിയില്ല മോളെ. ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മേലെയാണോ മുഹീദ്ദീൻ ശൈഖ്? ആലോചിക്കുന്നത് ഈ ഖുതുബയെ നമുക്ക് വേണോ വേണ്ട? നിങ്ങൾ പറഞ്ഞ പേച്ചു വരാമോ? ഈ നിലക്ക് വളരെ ഗൗരവത്തിൽ പ്രിയമുള്ളവരെ വിഷയങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇങ്ങനെ എന്താ തെറ്റെന്ന് ചോദ്യം മാലക്ക് മൗലിദിന് ഈ സാധനത്തിന് എന്റെ മുരീദാരും നരകത്തിയില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ. എന്റെ മുരീദാരും നരകത്തിൽ ഇല്ല എന്ന് നരകത്തിനെ കാക്കുന്ന മലക്ക് പറഞ്ഞു. ആരോട്? ശൈഖിനോടോ? വഹി ഉണ്ടായിരുന്നു. അവിടെ തന്നെ ഒന്ന് പോയി. ഇനി ഈ എന്റെ മുരീദ് എങ്ങനെയാണ്? എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനൊന്ന് ചെന്നോവർ. എന്റെ മുരീദന്മാർ നല്ലവരല്ല, ഞാൻ നല്ലവനാണ്. അതുകൊണ്ട് ആ കെയർ ഓഫ് കഴിച്ചിലാക്കി ഒന്ന് മാറി പറയാം. അല്ലാഹു റസൂൽ പറഞ്ഞതോ ഫഇന്നി ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈഅ, മോളെ എനിക്ക് കഴിയില്ല കേട്ടോ. അപ്പൊ ഇതിനൊക്കെ പാടെ പഴയ കാലത്ത് മൊബൈലുകൾ ഉറക്കെടുക്കാന്നുള്ളൂ. അതിന് ഇപ്പൊ പറയണം, പഴയ മുമ്പ് ഇസ്ലാം മാസികയിൽ ഒരു ഉമർമാല വന്നിരുന്നു. ഉമർ പോലെയുടെ പേരിൽ ഒരാൾ കവിത എഴുതി. അപ്പൊ ഇയാൾ എന്താക്കി? മാല നല്ല ഉൾപ്പെടുന്നത് എന്ന് മാത്രമല്ല, അതിലെ ചില പദപ്രയോഗങ്ങൾ തന്നെ ചില അതിശോക്തിയും അതുപോലെ തന്നെ അത്ര ശരിയല്ലാത്ത പ്രയോഗങ്ങളുണ്ട്. അത് പിന്നീട് ഇസ്ലാഹിന്റെ എഡിറ്ററിനെ വിശദീകരിച്ചിട്ടുണ്ട്. അതിനോട് ഈ ഇസ്ലാമിന് യോജിപ്പില്ല, ഞങ്ങളൊരു കുറിപ്പ് കൊടുക്കി. ഈ മൊയ്തീമാരുടെ യോജിക്കുന്നില്ല, കുത്തുബിയത്തുകൾ യോജിക്കുന്നില്ല, ഇഫായിമാരുടെ യോജിക്കുന്നില്ല, അതിന് കുറെ തെറ്റുണ്ട് പറഞ്ഞിട്ടുണ്ട്. വല്ലപ്പുഴയില് കൊല്ലങ്ങൾക്ക് മുമ്പ് വല്ലപ്പുഴയിൽ പട്ടാമ്പിക്കുന്ന വല്ലപ്പുഴയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ സബീനന്റെ മാലിക്കാണ് എല്ലാം ശരിയാണെന്ന് വിശ്വസിക്കുന്നേ ജനങ്ങളെ. അവിടെ ഒരുമിച്ച് കൂടി അവിടെയുള്ള സഹോദരങ്ങൾ, ഐക്യവേദിയുടെ സഹോദരങ്ങൾ, അവരുടെ അതിൽപ്പെട്ട ഒരാളാണ് വെല്ലിമ ഓതുന്ന ഒരു സബീനന്റെ 7 പഴയ കിതാബ് എടുത്തതിനോട് ചോദിച്ചു, ഉസ്താദെ ഇത് വെച്ചിട്ടുള്ള ചർച്ചകൾ തയ്യാറാണോ? മുജാഹിദുകൾ പറഞ്ഞു, അതേ റെഡി, ഞങ്ങൾ റെഡി. ഇവരാൾ കിട്ടൂല, ഞങ്ങൾ മർക്കസ് നിൽക്കുന്ന 7 നാട്ടിൽ. അതാരാ കുട്ടികളെ നോക്കല്? നിങ്ങൾക്കല്ലാത്ത ആർക്കാതെ അറിയപ്പെട്ട സാധനം വന്നത്. അത് അങ്ങനെ കുറെ തള്ളിയതുണ്ട്. ആ കൂട്ടത്തിൽ തള്ളു ബാക്കിയുള്ളത് നാവിഷയം യോജിപ്പാകാതെ. പ്രിയമുള്ളവരെ, ആ നിലയ്ക്ക് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇവർ ചോദിക്കേണ്ട ഒരു ചോദ്യം പറഞ്ഞതാണ്, സഹാബികളൊക്കെ ഇസ്തിഗാസ ചെയ്തിട്ടുണ്ട്. ഒരു സാമ്പിൾ പറഞ്ഞു, ഒരു സാമ്പിൾ അല്ലാഹുവിന്റെ റസൂൽ ഇവിടെ പറഞ്ഞ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോഴും പറയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും അല്ലാഹുവിനെ മാത്രമാണ് ഇസ്തിഗാസ ചെയ്തത്, അല്ലാഹുവിനെ മാത്രമാണ് പ്രാർത്ഥിച്ചത്. സാമ്പിൾ ബദർ യുദ്ധം, ഇത് തസ്തഗീഫൂന റബ്ബക്കും, നിങ്ങൾ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്ത സന്ദർഭം ആരോട്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? ബദരീനോട്. ബദരീങ്ങളെ നിങ്ങൾ തേടിയത് അല്ലാഹുവോട്. ഉദാഹരണം, ഇതുപോലെ ഒരു സാമ്പിൾ സ്വഹീഹായത് ഏതെങ്കിലും സനദില്ലാത്ത ഏതെങ്കിലും കഥയോ ആ നിലക്ക് മൗദൂആയതോ ദഈഫായതോ സനദില്ലാത്തത് കൊണ്ടുവന്ന കാര്യമില്ല. സ്വഹീഹായത് എടുക്കാൻ പറ്റുന്നത്, എടുക്കാൻ കൊള്ളാവുന്ന ഒപ്പത് കൊണ്ടുവരാൻ
പറയാൻ കഴിയുമോ? കഴിഞ്ഞിട്ടില്ല, അങ്ങനെ പറയാമല്ലാതെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ നിലയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി പറഞ്ഞിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു ഖബർ കെട്ടിപ്പൊക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലേ? ഖബർ സിയാറത്ത് ഇല്ലാത്തവരാണ് മുജാഹിദുകൾ ഞങ്ങളെ കുറിച്ച് പലരും പറഞ്ഞു. അവർ പറയാണ് മഖ്ബറുകൾ എന്ന് പറഞ്ഞാൽ ആത്മീയതയുടെ എനർജി കേന്ദ്രങ്ങളാണ്. ബ്രിട്ടീഷുകാർക്ക് വരെ പേടിയായിരുന്നു ഖബറുകൾ വരുന്ന ആൾക്കാർക്ക്. ഈ ബ്രിട്ടീഷുകാർക്ക് ആരെ പേടിയാ നോക്കിയിട്ട് ആ സുന്നത്തമായി തീരുമാനിക്കൽ. നോക്കി എന്തെല്ലാം വിഷയം പേടിയുണ്ടാവും. അവർക്ക് സുന്നത്ത് മാറ്റാം. ഒരു സുന്നത്ത് മാത്രം അസ്സലാഫി പറഞ്ഞത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലേ എന്താ സുന്ന, അസ്സുന്ന എന്താ, അൽ ജമാഅ എന്താണ്, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തി എന്താ, അസ്സുന്ന മാ സന്നഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് അസ്സുന്ന. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കി പഠിപ്പിച്ചത്. വൽ ജമാഅ, അൽ ജമാഅ എന്ന് പറഞ്ഞാൽ മത്തഫഖ അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സ്വഹാബത്ത് ഐക്യകണ്ഠേന തർക്കമില്ലാതെ സ്വീകരിച്ച സമീപനങ്ങൾ, അത് സ്വീകരിക്കുന്നവർ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തി. ബ്രിട്ടീഷുകാരെ പേടി വെക്കിട്ട സുന്നത്ത് തീരുമാനിക്കാം. എന്ത് സുന്നത്ത്? സുന്നത്ത് മാത്രല്ല, എന്തോ ഒരു ജമാഅത്ത്, എന്തോ ഒരു ജമാഅത്ത്, എന്തോ ഒരു ജമാഅത്ത്. അതുകൊണ്ട് കൂട്ടരെ, സുന്നത്ത് ജമാഅത്തിലേക്ക് വരുമെന്നാണ് സ്നേഹപൂർവ്വം ഞങ്ങൾ പറയുന്നത്. ഇനി പലപ്പോഴും ഈ മഖ്ബറകൾ ശിർക്കിന്റെ കേന്ദ്രങ്ങളാകുന്നത്. ആരാന്നറിയാത്ത മഖ്ബറ, ആരാന്നറിയാത്ത മഖ്ബറ. ഇത് മാത്രമല്ല, നാട്ടിൽ എത്ര സ്ഥലങ്ങൾ ഞാൻ അറിഞ്ഞുണ്ട്. എന്നാലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സിയാറത്തിന് ഞങ്ങൾ എതിരല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത സിയാറത്തിന് ഞങ്ങൾ എതിരല്ല. ഏതാണ് സിയാറത്തിന്? നോക്ക്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ചില ദിവസങ്ങളിൽ രാത്രിയിൽ തന്റെ കൂടെ കിടക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണൂല. എവിടെ ആയിരിക്കുന്നറിയോ? ആയിഷ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഖീഉൽ വഖദിൽ സിയാറത്ത് ചെയ്യുക പാതിരാ നേരത്ത്. എന്തിന് ഈ പ്രദേശത്തെ സഹോദരങ്ങൾ സിയാറത്ത് ടൂർ എന്ന പേരിൽ ചില ഉസ്താദുമാർ സംഘടിപ്പിക്കുന്ന ടൂറിൽ പോകാറില്ലേ? അജ്മീർ, മുത്തുപേട്ട ഒരുപക്ഷപ്പെടു തുടങ്ങിയവരും അങ്ങനെ പോയി മമ്പറത്തും ഭീമാപ്പള്ളിയിലും കടുവപ്പള്ളിയിലും അതുപോലെ പല സ്ഥലങ്ങളിലും പല മഖ്ബറകളിലും സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള പലയിടത്തും പോയി വരുന്ന ടൂറിലെ ട്രിപ്പിലെ അവിടെ ആ ഖബറാളിയുടെ ഇസ്തിഗാസ ചെയ്യാനല്ലേ പലപ്പോഴും പോകുന്നത്. അവിടെ സങ്കടക്കെട്ടുകൾ ഇറക്കി വെക്കാനല്ലേ, ഒന്ന് രക്ഷപ്പെടുത്തെന്ന് പറയാനല്ലേ. അങ്ങനെ ഒരു സിയാറത്ത് സുന്നത്ത് ജമാഅത്തിനില്ല കേട്ടോ. സുന്നത്ത് ജമാഅത്ത് പറഞ്ഞാൽ റസൂലുള്ളാഹിയുടെ സ്വഹാബത്തിന്റെ മാർഗ്ഗമാണ്. അതിൽ അത് ഇല്ല. നാളെ സിയാറത്തുണ്ട്, അത് ഞങ്ങളിതാണോ? അല്ല. കുന്തു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ അലാ ഫസുറൂഹാ ഫഇന്നഹാ തുദക്കിറുകുൽ മൗത്ത് ഔ കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം. സിയാറത്ത് മുമ്പ് ഞാൻ വിലക്കിയിരുന്നു, ചെയ്തോളി, ചെയ്യാം. അത് നിങ്ങൾക്ക് മരണത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാക്കും, ആഖിറത്തിനെ കുറിച്ച് ഓർമ്മയുണ്ടാക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ നാട്ടിൽ മമ്പുറത്ത് കലിപ്പുറത്ത് മഖ്ബറയിലോ, ഈ മമ്പുറത്ത് മഖ്ബറയിലോ, അല്ലെങ്കിൽ ഭീമാപ്പള്ളിയിലോ, അതല്ലെങ്കിൽ CM മഖാമിലോ, ഇവർ ഏതെങ്കിലും സ്ഥലത്ത് പോയ ആ അങ്ങനത്തെ ഒരു സഹോദരൻ അവിടെ ചെന്നാൽ പഠിച്ചോനെ CM വലിയുള്ളവരെ ഇങ്ങോട്ടൊക്കെ വിട്ടാൽ മതി. CM വലിയൊന്നും മരിച്ചു കിടക്കുകയാണ്. അദ്ദേഹം ഈ നാട്ടിൽ ജീവിച്ച മനുഷ്യനാണ്. 10 കൊല്ലം പദ്യം മരിച്ചു. ഞാൻ ഇവിടെ ഉണ്ട്. പഠിച്ചോനെ റബ്ബെ, ഇതേമായി ഞാനും മരിക്കേണ്ടതാണല്ലോ എന്നൊരു ബോധം ആദ്യം വരുന്നു. എന്താ വരുന്ന ബോധം? എന്റെ കുട്ടീനെ കെട്ടിക്കാനായി, കല്യാണം ആയില്ല, അല്ലെ കുട്ടി ഇപ്പൊ കല്യാണം വേണ്ട എന്നാ പറഞ്ഞ ശേഷങ്ങൾ മനസ്സ് മാറ്റി കൊടുക്കണേ. ഇതല്ലേ വരണേ? ശേഖനോടാണ് ഈ പറഞ്ഞത്. രോഗണ്ട്, അസുഖം ഡോക്ടറെ പറഞ്ഞ് കാട്ടി മാറില്ല. ശേഖെ നിങ്ങൾ കാണില്ലേ? വിശ്വാസം എന്താ? ഉസ്താദുമായി പഠിപ്പിച്ചു കൊടുത്തിട്ടവിടെ ഉപ്പിയത്ര വസ്തുവിനെ പോലെ കാണുന്നു. ലോകം നിയന്ത്രിക്കുന്ന മനുഷ്യനാണ്. സ്വന്തത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ മണ്ണായി കിടക്കുന്നത്. അപ്പൊ ഈ രൂപത്തിൽ പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിലുള്ള സിയാറത്ത് ഞങ്ങൾ ഇതിലല്ല. എന്നാൽ സിയാറത്തിന്റെ പേരിൽ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളുണ്ട്, അതിനെ എതിർക്കും. ഒരേ പറയാണ്, എന്റെ നന്മ മുടക്കികളാണ് വഹാബികൾ. സുബ്ഹാനല്ലാഹ് ജലാലുഹു. ഞങ്ങൾ ഒരു നന്മ ചെയ്യണം കൂട്ടരാണ്. നന്മന്റെ പേരിൽ തിന്മ കൊണ്ടുവരുന്നത് അതെന്താണ്? ഈ കള പറിച്ചൊഴിവാക്കും, വെളിമൂടി പറിച്ചൊഴിവാക്കുന്ന അവസ്ഥ ഉണ്ടാകും. അതോടെ നിർത്തണം.
പറ്റ ഒഴിവാക്കണം അല്ലേ എന്ന് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇയാളെ പറയുന്നത് അതിന്റെ ഉദാഹരണം പറഞ്ഞു സിയാറത്ത് മുടക്കി. ഇല്ല, സിയാറത്ത് പറ്റില്ല നിങ്ങൾ പറഞ്ഞു. പറ്റില്ല പറഞ്ഞോ? എവിടെയല്ലേ പറയും? ഇവർ പറയാണ് പിന്നെ ഏതൊരു ഇസ്ലാം മാസികയില് പെരുന്നാളിന്റെ അന്ന് പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു. അത് പെരുന്നാളിന്റെ അന്ന് സ്പെഷ്യലായി കൊടുത്തതിനെ പറ്റിയല്ലേ? സാധാരണ ചെയ്തോളൂ. നിങ്ങൾ എതിരുണ്ടോ? ഇല്ല. അത് ഇവർക്കെന്നാ പിന്നെന്താ അറിയോ? സാധാരണക്കാരോട് ഇങ്ങനെ പറഞ്ഞാല് നിങ്ങളുടെ അമ്മ മരിച്ചാല് പാപ്പ മരിച്ചാല് ആ ഖബറിന് പോയിട്ട് ഉമ്മാക്ക് വേണ്ടി പാപ്പാക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് പാടില്ല എന്ന് പറയുന്നവരാട്ടോ വഹാബികൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ട് ആ കിട്ടലാണല്ലോ. ആ നിലക്കാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന വസ്തുത ഇവർ മനസ്സിലാക്കി. ഇത് പറയാണ് ഇവർ ജാറത്തിനെതിരാണ്. ശരി, ജാറത്തിനെതിരാണ്. നാടുകാണി ജാറം ഇവർ പൊളിച്ചു, ഞങ്ങളല്ല പൊളിച്ചു. നമ്മൾ നിയമം കൈവയ്ക്കാൻ പാടില്ല എന്നാ പറഞ്ഞ. ആ ഞങ്ങളല്ല പൊളിക്കണം. ഞങ്ങൾ വിഷയം പഠിക്കും. ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ കെട്ടിപ്പൊക്കാൻ ഉള്ളതെന്ന് വെച്ചാൽ ഞങ്ങളല്ല പൊളിച്ച് ഞങ്ങൾ നിൽക്കാൻ പാടില്ല, ഇവിടെ നിയമം എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ഒരു ഇസ്ലാമിക ഭരണമുള്ള പ്രദേശം അവർ ഭരണകൂടം ചെയ്യും. അതാ സൗദി അറേബ്യ പറഞ്ഞത്. അവിടെ കുറെ മുമ്പ് ജാറുണ്ടായി. തുർക്കിയുടെ കാലത്ത് എന്തെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ നിലനിർത്തുക. സലഫികൾ ഭരണം കിട്ടുമ്പോ അത് ഖബറിനെതിരല്ല, ഇസ്ലാമിൽ ഇല്ലാത്ത ജാറുണ്ടാക്കി എക്സ്ട്രാ ഫിറ്റിംഗ്. അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന്റെ ഖബർ സ്വഹാബത്താരും ആ ജീവിച്ചിരുന്ന കാലത്ത് ചെയ്തിട്ടില്ലല്ലോ, പൊക്കിയിട്ടില്ലല്ലോ. ഇക്കാലത്ത് ആരും ഉണ്ടാക്കിയതായിരുന്നില്ലേ അത്? അല്ലേ? അപ്പൊ പ്രിയമുള്ളവർ, നാടുകാണി അവിടുത്തെ ചെറുത്തിലുള്ള ജാറ ഞങ്ങളല്ല കുറിച്ചത്. അതാര് കുറിച്ചാലും നിയമം അങ്ങനെ കയ്യിലെടുക്കാൻ പാടില്ല. അതാരാ നടത്തുന്ന ആൾക്കാരെ ഒരു സ്വന്തമാണ് ഇവർക്ക് പൊളിക്കുക. ഞങ്ങൾ വിഷയം പറഞ്ഞു കൂട്ടരെ അവർ കെട്ടിപ്പൊക്കാൻ പാടില്ല. പാടില്ല എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞാലൊന്നും. അഥവാ പൊക്കിയുണ്ടെങ്കിൽ അത് പൊളിക്കണം. ആര്? ഉത്തരവാദപ്പെട്ട ആൾക്കാർ വിളിച്ചത്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വിളിക്കണമെന്നല്ല പറഞ്ഞത്. ഇവരതല്ല എന്തെങ്കിലും വരെ പറഞ്ഞാൽ وتجب المبادرة بهدمها وهدم القباب التي على القبور إذ هي أضر من مسجد الضرار. റസൂലുള്ളാഹിയുടെ പള്ളിക്ക് പകരമായി ബദലായി ഉണ്ടാക്കിയ ഒരു പള്ളിയുടെ മുനാഫിഖുകളുടെ പള്ളി മസ്ജിദുൽ ദിറാർ എന്നതിനെ പറ്റി ഖുർആൻ പറഞ്ഞു. അതിനേക്കാൾ അദറാണ് മഖ്ബറകൾ. അതുകൊണ്ട് അതുപോലെ മേലുണ്ടായ കുബ്ബകൾ പൊളിക്കണമെന്ന് ഞങ്ങളല്ല പറഞ്ഞു. ഇപ്പറഞ്ഞാലാ ഇബ്നു ഹൈതമി ഇതേ പറയുന്നത് വലഖദ് അഫ്താ ജമാഅത്തും മിൻ ഉലമാഇ ശാഫിഇയ്യ ബിഹദ്മി ഖുബ്ബത്തി ഇമാം ശാഫിഇ. ഇമാം ഷാഫിന്റെ ഖബറിന്റെ മേലെ ഉണ്ടാക്കിയ കുബ്ബ പൊളിക്കണമെന്ന് ഷാഫിഇയിലെ പ്രഗൽഭരായ ഷാഫി മുതൽ പ്രഗൽഭരായ പണ്ഡിതന്മാർ ഫത്വ നൽകിയിട്ടുണ്ട്. ആയിരക്കണക്കിന് ദീനാറുകൾ കെട്ടിയുണ്ടാക്കാൻ വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ പൊളിക്കണമെന്ന് ഷാഫി മതപര പണ്ഡിതന്മാർ ഫത്വ നൽകിയിട്ടുണ്ടെന്ന് ഇബ്നു ഹജർ അൽ ഹൈതമി പറയുന്നു. ഇല്ലാന്ന് പറയും. ഇനി അടുത്ത വിലയിരുത്താൻ സുഖം ഉണ്ടാവില്ല. എനിക്ക് ശ്രദ്ധിച്ചു ഇതൊക്കെ മറുപടി ഉണ്ടാവണം. അല്ലെങ്കിൽ ഓരോന്ന് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് നാട്ടാക്കി പിന്നെയും പറഞ്ഞു കൊടുക്കും. എനിക്ക് ശ്രദ്ധിച്ചു. കഴിഞ്ഞ ആഴ്ചകൾ വന്നാൽ പോയേക്കാണ്. അവിടെ ഇവിടെ കാണാൻ പിടിച്ചടിഞ്ഞാൽ നടക്കൂല. എനിക്ക് ശ്രദ്ധിച്ച് നോട്ട് ചെയ്തിട്ട് മറുപടി പറഞ്ഞോളി. കയ്യൊങ്കി നോക്കിയാൽ മതി. ശരി, പ്രിയമുള്ളവരെ, ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ മറ്റു സംഗതി ഔലിയാക്കൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? പിന്നെ നേരത്തെ പറഞ്ഞല്ലോ യോഗത്തിൽ അധ്യക്ഷൻ അത്രയുള്ളൂ. ഞങ്ങൾ മുദബ്ബിറുൽ അൽഹംദുലില്ലാഹ് അത്രങ്ങൾ ചുരുക്കിക്കൊണ്ടെന്നല്ലോ. ഒരു 4 റൗണ്ട് നടക്കുമ്പോ അവിടെ നിന്നും ചുരുങ്ങേണ്ടി വരും നിങ്ങൾക്ക്. എന്താണെന്നറിയോ? ഔലിയാക്കൾ സംബന്ധിച്ച് പറഞ്ഞ് എല്ലാ ലിമിറ്റും ലംഘിച്ചു പോയി. ഇപ്പൊ നിങ്ങൾക്ക് തിരിച്ചടിയായി. നോമ്പിന്റെ ഏകദേശം 2-3 മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ പല ജില്ലകളിലും നിങ്ങൾ ഉലമാ കോൺഫറൻസുകൾ സംഘടിപ്പിച്ചിരുന്നു. ആ കോൺഫറൻസുകൾ പറഞ്ഞതെന്താ? ഔലിയാക്കന്മാരെ കറാമത്ത് പറയുന്ന ഒരു പരിധി വേണം. കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പറയരുത്, ആശയക്കുഴപ്പമുണ്ടാക്കുന്ന പറയരുത്. സോഷ്യൽ മീഡിയ കാലമാണ്, അങ്ങനെല്ലാം കൂടെ പറയാൻ പാടില്ല. ബുദ്ധി ഉൾക്കൊള്ളാത്ത പറയാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ? ആരാ പറഞ്ഞു കൊടുക്കുന്നത്? പേരോട് സഖാഫി, അലവി സഖാഫി, പൊന്മള സഖാഫി, ഇതുപോലുള്ള സഖാഫിമാർ പറഞ്ഞു കൊടുക്കുക. ആർക്ക്? ഇവിടെ വന്ന സഖാഫിമാരെ പോലത്തെ സഖാഫിമാർക്ക്. അതുകൊണ്ടപ്പോ ഒരു പദം, അതുകൊണ്ടാണ് ഇപ്പൊ സ്റ്റേജ് മേൽ അധ്യക്ഷനായത്. വെറുതൊന്നും ആയതല്ല. മുജാഹിദുകളെ ഇനിയും അവിടെ കയ്യിൽ ക്ലിപ്പിങ്ങൾ കിട്ടുമെന്നറിയാം, ഇവിടെ അലക്കുമെന്നറിയാം, കേൾക്കേണ്ടി വരുമെന്ന്
വന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി കൂടെ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് പറയേണ്ടി വരും. ജനങ്ങൾ പഴയമാകല്ല, കേൾക്കണേ, തുറന്ന് കേൾക്കണേ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ കാര്യം മനസ്സിലാക്കുക. പിന്നെ പറഞ്ഞു അമ്പിയാക്കളുടെ പിന്നെ മയ്യത്ത് ദ്രവിച്ചു പോകുന്നാണ് പറഞ്ഞത്. ആരും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അത് അവയെ അല്ലാഹു തആല മണ്ണിനെ ഹറാമാക്കി ഹദീസുണ്ട്. അത് സ്വഹീഹ ഹദീസ്. അവർ ഞങ്ങൾ നിൽക്കുന്നു, അതിനപ്പുറത്തേക്ക് പോയിട്ടില്ല. അപ്പൊ ആ കാര്യവും വളരെ കൃത്യമായി മനസ്സിലാക്കുക. പിന്നെ രാജാവിന്റെ കഥ, അൽമനാറിൽ വന്ന രാജാവിന്റെ കഥ പറഞ്ഞു. ഇങ്ങനെ ഖബർ തുറന്നു നോക്കിയപ്പോ ഒരു കുഴപ്പമില്ല, ആയിക്കോട്ടെ ഞങ്ങൾ എതിർത്തു അതിനെ. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ആളുകളെ പൊട്ടീസാക്കല്ല വേണ്ടത്. കാര്യങ്ങൾ കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത് എന്നുകൂടെ സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇനി പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ ചർച്ചയ്ക്ക് വന്ന മറ്റൊരു വിഷയം, നമ്മളിവിടെ അന്ന് പറഞ്ഞത് മറ്റൊരു ഏരിയ ദീർഘമായി സംസാരിക്കുന്നില്ല. സ്ത്രീകളുടെ പള്ളി പോകുന്ന വിഷയം ഞങ്ങളുടെ നിലപാട് എന്താണ്? അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? പെണ്ണ് പള്ളി വന്നോട്ടെ, തടയണം. അവിടെ ജമാഅത്തിൽ പങ്കെടുക്കുന്നു, അതിന് കൂലി അവർക്കും കിട്ടും. ജുമയിൽ ആ പെണ്ണ് വരുന്നു, വരാം. അവർക്ക് പിന്നെ വേറെ നോഹ് നിസ്കരിക്കണ്ട. ഇതാണ് ഞങ്ങളുടെ നിലപാട്. നിങ്ങളുടെ നിലപാട് എന്ത് ചെയ്യുന്നു? ഹറാം, തടയേണ്ടതാണ് അല്ലേ എന്ന് ഞാൻ അന്ന് ചോദിച്ചു. എന്തിന്റെ അടിസ്ഥാനത്തിൽ തടയാം എന്ന് നിങ്ങൾ പറയുന്നു? ഉപരി പറയുന്നത്, ഇവിടെ മുജാഹിദ് സംഘടന ഉണ്ടാക്കുന്നതിന് മുമ്പ് പെണ്ണുങ്ങൾ പള്ളിയിൽ പോണ പരിപാടി ഉണ്ടോ? ഞാൻ അന്ന് ഇവിടെ ഉദ്ദേശിച്ചൊക്കെ ഈ കേരളം തന്നെ അല്ല, റസൂലുള്ളാഹിയുടെ കാലത്ത് പെണ്ണുങ്ങൾ പോയതാണ്. എത്ര മുമ്പ്? ഇനി ഇന്ന് വരെ 2024 ജൂൺ 2 ഇന്ന് വരെ കേരളത്തിൽ ഒരു പെണ്ണ് പള്ളി പോയി എന്ന് വിചാരിച്ചോളൂ. ഈ തെളിവുടല്ലേ ഒരു പെണ്ണു തന്നെ പോയില്ല എന്ന് വിചാരിച്ചോളൂ. ഈ തെളിവുടല്ലേ അവർ പറയണേ പിന്നെ വീടാണ് ഉത്തമമില്ല. അല്ല പൂജരെ, ഒരു ഗ്ലാസ്സിൽ കള്ളും മറ്റേ ഗ്ലാസ്സിൽ പാലും വെച്ചു. ഇതിൽ പേരാ ഉത്തമം നോക്കും. കള്ള് ഹറാമല്ലേ? അവിടെ ഉത്തമത്തെ പ്രസക്തി ഉണ്ടോ? അപ്പൊ ഉത്തമം ചോദിക്കണമെങ്കിൽ പോകാൻ വന്നില്ലേ? ഇനി അത് പൊതുവെ സ്ത്രീകൾക്ക് പള്ളി വീടാണ് നല്ലത്. അതാണ് ആ വാചകത്തിലുള്ളത്. എന്നാൽ അത് ഏതാ സംഗതി? എന്നാൽ അതിന്റെ പേരിൽ പെണ്ണിനെ പള്ളിയിൽ തടയാൻ പാടില്ല. എനിക്കറിയോ, ഇവര് സാധാരണ ഓതുന്ന ആയത്തിനല്ലോ, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊല എന്ന് പറയുന്ന ആയത്തില്ലേ? ആ ആയത്ത് സൂറത്തുൽ അഹ്സാബിൽ 33-ാമത്തെ ആയത്ത്. അതിൽ വളരെ വ്യക്തമാണിത്. അതായത് എന്താണ്? വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങൾ വീട്ടിൽ നിങ്ങൾ അടങ്ങി കഴിയണം. ഇബ്നു കസീർ പറയാൻ, അദ്ദേഹം തഫ്സീറിൽ പറയാൻ, ഇൽസംന, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അടങ്ങി ഒതുങ്ങി കഴിയണം. ഫലാ തഖ്റുജ്ന ലി ഗൈരി ഹജ, ആവശ്യത്തിനല്ലാതെ പുറത്തിറങ്ങരുത്. എന്നിട്ട് ഇബ്നു കസീർ പറയാണ്, വമിനൽ ഹവായിജി ശർഇയ്യ അസ്സലാത്തു ഫിൽ മസ്ജിദി ബിശർത്തിഹി, പെണ്ണിന്റെ ശർഈയായ ആവശ്യമാണ് എന്ന് പള്ളിയിൽ പോയി അതിന്റെ ഷർത്ത് നിബന്ധന പാലിച്ചുകൊണ്ട് നിസ്കരിക്കാറുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ആവശ്യത്തിനല്ലാതെ പുറത്തിറക്കരുത്. ഇതാണ് ഉദ്ദേശം. കൂടുതൽ ആലോചിച്ചു നോക്ക്. ഈ സ്വഹാബ വനിതകൾക്കൊന്നും ഈ ഉത്തമം മനസ്സിലായില്ലേ? അതിന്റെ പേര് പള്ളി പോലെ ഹറാമാണെന്നർത്ഥം, അത് പാടില്ലാത്ത കാര്യമെന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ ഞാൻ അന്ന് തന്നെ പറഞ്ഞ ഹദീസില്ലേ, എന്താണ്? കുന്ന നിസാഉൽ മുഅ്മിനാത്തി യശ്ഹദന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തൽ ഫജ്രി മുതലഫിആത്തിൻ ബിമുറൂതിഹിന്ന ثم ينقلبن إلى بيوتهن حين يقضين الصلاة ولا يعرفهن أحد من الغلس. എന്ന് ബുഖാരി ഉദ്ധരിച്ച, മുസ്ലിം ഉദ്ധരിച്ച പല ഹദീസിന്റെ കിതാബിലുള്ള നമ്മുടെ മുജാഹിദും സമസ്തക്കാരും എല്ലാവരും ഓതുന്ന ഹദീസിന്റെ കിതാബിലുണ്ട്. ഞങ്ങൾക്കായിട്ട് ഹദീസിന്റെ കിതാബുണ്ട്. എന്ത്? മുഅ്മിനാത്തുകളായ സ്ത്രീകൾ യശ്ഹദന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയുടെ കൂടെ പങ്കെടുക്കാറുണ്ടായിരുന്നു. സ്വലാത്തുൽ ഫജ്രി, സുബ്ഹ് നിസ്കാരത്തിന്. മുതലഫിആത്തിൻ ബിമുറൂതിഹിന്ന, അവർ ഇസ്ലാമികമായ വേഷവിധാനത്തോടെ. എന്നിട്ടോ നിസ്കാരം കഴിഞ്ഞവർ പിരിഞ്ഞു പോകും. ആരാ കൂടുന്ന അറിയില്ല. ലാ യഅരിഫുന്ന അഹദു മിനൽ ഗലസ്, ഇരുട്ടുകാരൻ ആരാന്ന് കൂടുന്നു കൂടി അറിയില്ല. ആ നിലക്ക് നേരത്തെ നിസ്കാരം കഴിഞ്ഞവർ പിരിഞ്ഞു പോകും. ഇത്ര റിസ്ക് എടുത്ത് വരുമോ അവര്? നിങ്ങൾ ആലോചിച്ചു. ഇവർക്കൊന്നും ഉത്തമം മനസ്സിലായില്ല അല്ലേ? ഇനി കേട്ടോളൂ.
സംഭവം. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ പറയുന്നു, വഫിൽ ഹദീഥി, ശരിക്കും വഫിൽ ഹദീഥി, ഈ ഹദീഥിലുണ്ട് മനസ്സിലാക്കാൻ പറയുന്നത് എന്ത്? ഇസ്തിഹ്ബാബുൽ മുബാദറത്തി ബിസ്വലാത്തി സുബ്ഹി ഫി അവ്വലിൽ വഖ്തി, സുബ്ഹ് നിസ്കാരത്തിന്റെ നേരത്തെ ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കണം എന്ന് ഈ ഹദീഥിലുണ്ട്. ഇനി അതിലുള്ള മറ്റൊരു കാര്യം, വജവാസു ഖുറൂജിൻ നിസാഇ ഇലൽ മസാജിദി ലിശുഹൂദി സ്വലാത്തി ഫിൽ ലൈൽ, ഇരുട്ടുള്ള സമയത്ത് പെണ്ണിന് പള്ളിയിൽ നിസ്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പുറപ്പെടൽ അനുവദനീയമാണ് എന്നതിലുണ്ട്. ചില മുഴുവൻ പറഞ്ഞാലോ, ഒരു പെണ്ണിങ്ങനെ പോയി ഇങ്ങനെ വയ്യറ്റി കാണിച്ചെന്ന് പെണ്ണിലാണ്, അപ്പൊ അവിടെ ജമാഅത്ത് ഇറക്കിയിട്ട് അത് കൂടെ കുഴപ്പമില്ല. അല്ല, അങ്ങനല്ല. അനുവദനീയം, എന്തിനനുവദനീയം? ഖുറൂജിൻ നിസാഇ, സ്ത്രീകൾ പുറപ്പെടൽ, പോകൽ, ഇലൽ മസാജിദ്, പള്ളികളിലേക്ക്, ലിശുഹൂദി സ്വലാത്തി, എന്തിനെ? ഒരേ കണ്ട ഫത്വ വയ്ക്കാനാ? നിസ്കാരത്തിൽ പങ്കെടുക്കാൻ, ഫിൽ ലൈലി, രാത്രി ഇരുട്ടുള്ളപ്പോ. നീ കേട്ടോളി, വയുഖദു മിൻഹു ജവാസുഹു ഫിൻ നഹാർ മിൻ ബാബിൽ ഔലാ, ഈ രാത്രി പോകാമെങ്കിൽ പകൽ എന്തായാലും പോകാം എന്ന് മനസ്സിലാക്കാം. എന്താ കാരണം? കാരണം എന്താ? പകലിനേക്കാൾ സംശയവും പ്രശ്നമൊക്കെ പിന്നെ സാധ്യത രാത്രിയാണ്. രാത്രി പോകൽ പകൽ എന്തായാലും പോകാം. ഞാൻ പറയുന്നത് ഫിത്നല്ലെങ്കിലാണ് ഞങ്ങൾ സമ്മതിക്കുന്നത്. ഫിത്നല്ലാത്തതുകൊണ്ടല്ലേ യാത്രക്കാരികളായ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യം നിയമിച്ച് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ല, അതിനെപ്പറ്റി പറഞ്ഞില്ല. ഫിത്ന ഉണ്ടെങ്കിൽ ഇരിക്കാൻ പറ്റൂടെ? ഒരു സമസ്തന്റെ പള്ളി, സുന്നിപ്പള്ളി എന്നല്ല, സമസ്തന്റെ പള്ളി, അതിനടുത്ത് യാത്രക്കാരികളായ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള ഹാള്, റൂമ്, സ്ഥലം എന്തുണ്ട്? ഫിത്ന ഉണ്ടെങ്കിൽ അതിനേക്കാൻ പറ്റില്ല. അതിനപ്പുറത്തെ മുജാഹിദ് പള്ളി ഉണ്ട്. ആ പെണ്ണ് അവിടെ നിസ്കരിച്ച് ഇപ്പന്റെ ഫിത്ന യാത്രക്ക് പോകുന്നു, അവിടെ ആ പെണ്ണ് അവിടെ നിസ്കരിച്ച് ഫിത്ന യാത്ര. ഇതിനൊക്കെ എന്താ? അത് അനുമതി ഹറാമാണ്. ഏത് മസ്അല വെച്ച് പറയും, എന്ത് ദലീലിന്റെ പറയും? ഈ നാട്ടിലെ സുന്നത്ത് ജമാഅത്ത് തെറ്റിദ്ധരിച്ച് ഒപ്പം കൂടി മനുഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കണം, അതെങ്ങനെ ഹറാമെന്ന് പറയും. ഇനി പ്രിയമുള്ളവരെ മനസ്സിലാക്കി, ഇതേപോലെ പറയുന്നത് സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാം, അനുവദനീയമാണ്. ആ പെണ്ണിന് ജുമുഅ നിർബന്ധം നിങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് പുതിയ ഉണ്ടാക്കാൻ പറ്റില്ല, നിർബന്ധമല്ല. ജുമുഅക്ക് വന്നോട്ടെ, തടയണ്ട. ഇതാണ് ഞങ്ങൾ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? മൻ അതൽ ജുമുഅത മിനൽ റിജാലി വൻ നിസാഇ ഫൽയഗ്തസിൽ. അതിനാശയം പറഞ്ഞിരുന്നു. എന്ത്? ആണോ പെണ്ണോ ആകട്ടെ, ജുമുഅക്ക് വരുന്നെങ്കിൽ ആ വ്യക്തി കുളിക്കണം. വരുന്നില്ലെങ്കിൽ ആ കുളി, അതിന് ജുമുഅക്ക് പ്രത്യേകമായ സുന്നത്തായി കുളിണ്ട്, അത് കുളിക്കേണ്ടതില്ല. ആണ് നിർബന്ധമാണ്. പക്ഷേ ഒരു ആള് പക്ഷെ യാത്രക്കാരനാണ്, അല്ലെങ്കിൽ രോഗിയാണ്, അങ്ങനെ പ്രതിബന്ധമുള്ള ആളാണ്, അതിന് ജുമുഅ നിർബന്ധമുണ്ടോ? ഇല്ല. പെണ്ണ് നിർബന്ധമുണ്ടോ? ഇല്ല. ജുമുഅക്ക് വരികയാണെങ്കിൽ ഈ ഒരു വളരെ പ്രാധാന്യമുള്ള കുളിക്കണം എന്ന് അദ്ദേഹം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഇത്രയൊക്കെ പറഞ്ഞു. ഇത് പുത്തന്മാരാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പുത്തന്മാരാകണ്ടേ? ഇനി പെണ്ണ് പള്ളിയിൽ വരിക എന്നുള്ളത് ഞങ്ങളുടെ വക ഉണ്ടാക്കിയ കാര്യമല്ല. നിങ്ങൾ അംഗീകരിക്കുന്ന ഫിഖ്ഹിന്റെ എത്രയോ കിതാബ്, അതുപോലെ തന്നെ ഹദീസിന്റെ എത്രയോ ശുറൂഹുകളിൽ അത് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ അംഗീകരിക്കുന്ന കിതാബിൽ വളരെ കിതാബുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് ഈ തരത്തിലുള്ള പ്രചാരണങ്ങൾ ചില മുസ്ലിയാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഭവമുണ്ട്. എന്താണ്? ഇവിടെ പിന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ അവർ പള്ളിയിൽ ഇത്തികാഫ് ഇരുന്നിരുന്നു. അപ്പൊ ഇദ്ദേഹം പറയാണ്, ഇത്തികാഫ് ഇരുന്നുള്ളത് ശരിയാണ്, പക്ഷെ വീട്ടിലാണ്. എങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയും? നിങ്ങൾ ആ ഹദീസിന്റെ ശരഹ് കണ്ടിട്ടില്ലേ? ആ റിപ്പോർട്ട് ശരഹ് കണ്ടിട്ടില്ലേ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅതഖിഫുൽ അശ്റൽ അവാഖിർ മിൻ റമളാൻ ثم يعتكف ازواجه من بعده. അല്ലേ?
അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാന്റെ അവസാനത്തെ പത്തിൽ ഇത്തികാഫിരിക്കാറുണ്ടായിരുന്നു. പിന്നെ പിന്നെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ അവർ ഇത്തികാഫിരുന്നു എന്ന് ബുഖാരി ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിലുണ്ട്, മുസ്ലിം ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിലുണ്ട്. മൂല്യര് പറയാണ് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാര് വീട്ടിൽ എത്ര ഇടങ്ങളാണ് വിളിച്ചോളി. ഇമാം നബവി അദ്ദേഹത്തിന്റെ ശർഹ് മുസ്ലിമിൽ ഈ ഹദീസിനെ വിശദീകരിച്ചു പറയാണ്, വഫീ ഹാദിഹിൽ അഹാദീസ്, ഇതുമായി ബന്ധപ്പെട്ട പല ഹദീസുകളും കൊണ്ടുവന്നിട്ട് അദ്ദേഹം പറയാണ് ഈ ഹദീസുകളിലുണ്ട്, കേട്ടോളിക്കോ, ഈ ഹദീസുകളിലുണ്ട് അന്നൽ ഇഅ്തികാഫ ലാ യസിഹു ഇല്ലാ ഫിൽ മസ്ജിദി. മുലയുടെ വാദം പൊളിഞ്ഞില്ലേ? മുല എന്താ പറഞ്ഞത്? അത് പെരിയിലാണ്, അത് പെരിയിലാണ്. നബി പറയാണ് എന്ന് ഈ ഹദീസ് മനസ്സിലാക്കാം, അന്നൽ ഇഅ്തികാഫ് ലാ യസിഹു ഇല്ലാ ഫിൽ മസ്ജിദി, പള്ളിയിലല്ലാതെ ശരിയാവൂല. എന്തുകൊണ്ട് ശരിയാവൂല? കേട്ടോ, لأن النبي صلى الله عليه وسلم وأزواجه وأصحابه إنما اعتكفوا في المسجد مع المشقة في ملازمته. പള്ളിയിൽ മാത്രമേ ഇഅ്തികാഫ് ശരിയാവുകയുള്ളൂ. എന്താണ് കാരണം? കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ ഭാര്യമാരും അവിടുത്തെ അവിടുത്തെ സ്വഹാബിമാരും അവർ പള്ളിയിൽ മാത്രമാണ് ഇഅ്തികാഫ് ചെയ്യുന്നത്. ഇന്നമാന്ന് പറഞ്ഞാൽ മൂല്യാരെ ഹസുർ നല്ലേ മാത്രമെന്ന് പറയാനല്ലേ, ബലാഗയിൽ നമ്മൾ പഠിച്ചതല്ലേ. അവർ പള്ളിയിൽ മാത്രമാണ് ഇഅ്തികാഫ് ചെയ്യുന്നത്. പള്ളിയിൽ തന്നെ ചടഞ്ഞു കൂടുക, അവിടെ തന്നെ കൂടുക എന്നുള്ളത് നിർബന്ധം, അത് പ്രയാസമായിട്ട് കൂടി അവരൊക്കെ ആരൊക്കെ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ ഭാര്യമാരും അവിടുത്തെ സ്വഹാബത്തും അവർ പള്ളിയിൽ മാത്രമാണ് ഇഅ്തികാഫ് ചെയ്യുന്നത്. ഇനി പറയാണ് അത് വീട്ടിലെങ്ങാനും അനുവദനീയമാണെങ്കിൽ, കാരണം ചില ആൾക്കാർ പറയുന്നത് വീട്ടിൽ റൂം പള്ളിയാക്കിയിട്ടാക്കിയ അങ്ങനെ പറ്റൂലേ എന്ന ചില അഭിപ്രായം പറഞ്ഞവരുണ്ട്. ഇദ്ദേഹം പറയാണ് അത് വീട്ടിലെങ്ങാനും അനുവദനീയമായിരുന്നെങ്കിൽ ഒരു തവണയെങ്കിലും അവർ ചെയ്യുമായിരുന്നല്ലോ. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ ഒരു വട്ടമെങ്കിലും ഒരു തവണയെങ്കിലും ചെയ്യുമായിരുന്നല്ലോ. അവർ ഇഅ്തികാഫ് വീട്ടിലിരിക്കുമായിരുന്നല്ലോ. വീട്ടിൽ നിസ്കരിക്കാൻ ഒരിക്കൽ റൂമിൽ അവർ ഇഅ്തികാഫ് ഇരിക്കുമായിരുന്നല്ലോ. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ, കാരണം അവർക്ക് കൂടുതൽ ആവശ്യം വീട്ടിലാണല്ലോ. അവർ ഇരിക്കുമായിരുന്നല്ലോ, ഇരുന്ന് തീയല്ലോ. അപ്പൊ റസൂലുള്ളാഹി ഭാര്യമാരോട് ഇഅ്തികാഫ് ഇരുന്നത് വീട്ടിലാണ്. പള്ളിയിൽ നിന്ന് ഇമാം നബവി പറയുന്നു. ഇമാം നബവിയെ രണ്ടാം ഷാഫി തന്നെ പറയും, അദ്ദേഹത്തെ ബഹുമാനിക്കുന്നതല്ലേ പറയും. അദ്ദേഹത്തിന്റെ കിതാബല്ലേ ശർഹ് മുസ്ലിം അല്ലേ? ശർഹ് നബവി അലാ സ്വഹീഹ് മുസ്ലിം. ഇതല്ലേ ഈ പറഞ്ഞത്? നിങ്ങൾ പറയും ഞങ്ങൾ പുത്തൻവാദികളാണോ അതിന്റെ പേരിൽ? അപ്പോ പ്രിയമുള്ളവർ, പിന്നെ പറയാണ് മുജാഹിദീങ്ങൾ സ്ത്രീകളെ രണ്ടാം നിരക്കാരാക്കി അങ്ങോട്ടാക്കുന്നത്. ഞങ്ങൾ പറഞ്ഞത് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർ സ്വഹ്ബ് നിൽക്കാൻ പറഞ്ഞ രീതിയിൽ ആ നിരക്ക് അവർ നിർത്തും. ചില പള്ളി സൗകര്യത്തിനനുസരിച്ച് ഒരു കർട്ടന്റെ അപ്പുറത്താക്കി ഉണ്ടാവും. ചിലപ്പോൾ അപ്സ്റ്റേറിൽ, അത് ആണുങ്ങളുടെ അപ്സ്റ്റേർ നിൽക്കില്ല. അപ്പോ അതിങ്ങനെ മിങ്കിൾ ചെയ്ത് നിൽക്കാന്നുള്ളതല്ല, മറിച്ച് ആ സ്വഹ്ബിന്റെ രീതി ആ രീതിയിലാണ്. ചുരുക്കത്തിൽ പെണ്ണ് ചർച്ച ചെയ്യണം. പെണ്ണ് പള്ളി വരാൻ പറ്റുമെന്ന് അത് തീരുമാനമുണ്ട്. ശരി. ഇനി മറ്റൊരു വിഷയം പറഞ്ഞത് മുജാഹിദിൽ നന്മ മുടക്കുന്നു. ഉദാഹരണം ഒന്ന് ഖബർസി അദ്ദേഹം പറഞ്ഞല്ലോ, പിള്ളേരുമായി എതിർക്കുന്നില്ല. മറ്റൊന്ന് പറഞ്ഞു മരിച്ചേർത്ത് ഓത്ത് ഖുർആൻ ഓത്ത് എന്ത് ചെയ്തു നമ്മൾ മുടക്കിയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അഡ്വാൻസായി പറഞ്ഞില്ല.
നമുക്ക് നല്ല രീതി ഇസ്ലാമിൽ ഉണ്ടാക്കാൻ പാടില്ല. ആ ഉണ്ടാക്കാൻ വിദ്യാർത്ഥി എന്നാ പറയാം. നാളെ ഹൗദുൽ കൗസലായിരിക്കും അള്ളാന്റെ റസൂൽ സ്വലാസിനെ ആട്ടി കൊടുക്കും. ഞാൻ പറഞ്ഞത് ഉദാഹരണം എന്ത്, നമ്മളാരും മരിച്ചോട്ട് വാങ്ങി കൊടുക്കില്ലല്ലോ, നല്ല തുടങ്ങുന്നില്ല. എന്തിനാ ബാങ്ക് അവിടെ പറയുമ്പോൾ മനസ്സിലായില്ല, ഇതൊന്നും മനസ്സിലാവില്ല. ബാങ്ക് എന്തിനാ പറയുമ്പോൾ മനസ്സിലായില്ല. ഞാൻ മനസ്സിലാക്കി തരാം. എന്താണ് മരിച്ചോട്ട് ഇപ്പൊ നിങ്ങൾ യാസീൻ ഓതുന്നുണ്ടല്ലോ, ഞങ്ങൾ ഓതുന്നില്ലല്ലോ. മരിച്ചോട്ട് നിങ്ങളും ബാങ്ക് കൊടുക്കില്ല, ഞങ്ങളും ബാങ്ക് കൊടുക്കില്ലല്ലോ. അപ്പോ നാളെ ഒരു ടീം വരികയാണ്, ഒരു മരിച്ചോട്ട് ബാങ്കും കൊടുക്കണം, ബാങ്കുണ്ട് യാസീനുണ്ട്. മരിച്ചോട്ട് യാസീനോടുകൊണ്ട് ബാങ്ക് കൊടുക്കണം. അപ്പോൾ ഞാൻ എന്താ ബാങ്ക് കേട്ട പിശാചി വരണ്ടോട് വിശ്വാസം പറഞ്ഞു. അപ്പൊ എന്റെ വാപ്പ മരിച്ചെടുക്കണം, അവിടെ പിശാചി വേണ്ട, ഓടട്ടെ നിങ്ങൾ ബാങ്ക് കൊടുക്കണം വിചാരിച്ചോളൂ. നേരെ തുടങ്ങിയിട്ടില്ല, നീ നല്ല ഐഡിയക്ക് തുടങ്ങിട്ടോ. അപ്പോ അങ്ങനെ എന്താണ് അവിടെ ഈ ബാങ്ക് ഒരുത്തൽ കൊടുത്തു തുടങ്ങിയ ഞങ്ങൾ ഇത് ഞങ്ങൾ പറയും ബാങ്ക് ഇസ്ലാമിൽ, ബാങ്ക് ഇസ്ലാമിൽ മരിച്ചോടത്ത് അവിടെ ഇല്ല. അത് ഞാൻ ഉദാഹരണം പറയുന്നേ, നമ്മള് ഡ്രസ്സ് ചുളിഞ്ഞാൽ ഇസ്തിരിയോട് അയൺ ചെയ്യും അല്ലേ, രണ്ടിമാരുടെ മുഖത്തോടൂലല്ലോ എന്ന് ഞാൻ ചോദിച്ചില്ല. ചുളിഞ്ഞ് പറഞ്ഞത് ഓരോരോ സ്ഥാനമല്ലേ. ഇവിടെ എന്താണ് ആ ബാങ്ക് നല്ല തന്നെ, പക്ഷെ മരിച്ചോട്ടവിടെ ഒരു ബാങ്കുണ്ടോ? ഇല്ല. അതിനാ ഞാൻ പറഞ്ഞില്ല. ഈ ചോദ്യമാണ് യാസീന്റെ വിഷയത്തിൽ ഇപ്പൊ ഞങ്ങൾ ചോദിക്കുന്നത്. അതെ, നിങ്ങൾ പറഞ്ഞത് മരിച്ചോട് യാസീനോത്തുണ്ട്, ഞങ്ങൾ പറഞ്ഞ തെളിവില്ല കൂടെ. അപ്പൊ നല്ലതല്ലേ മരിച്ചോടുന്നല്ലേ, ആൾക്കാർ വർത്താനം ഒഴിവാവൂലേ? വർത്താനം കൊണ്ടൊന്നും വേണ്ട വെച്ചാല് യാസീൻ തുടങ്ങല. അപ്പൊ അതിന് തെളിവില്ല. ഇതേപോലെ ബാങ്ക് കൊടുക്കാൻ അവിടെ തെളിവില്ല, അതുപോലെ മരിച്ചോട് ഖുർആൻ ഓതാൻ തെളിവില്ല. ഇതിനാണ് പറഞ്ഞത്. അപ്പൊ നല്ല എല്ലാവരും ഉണ്ടാക്കുകയാണെങ്കിൽ യാസീനോത്ത് മാത്രമല്ല ബാങ്ക് തുടങ്ങിക്കൂടെ? തുടങ്ങാൻ വേണ്ടിയല്ല ഞാൻ ചോദിച്ചത്, ഇതില്ലല്ലോ, അതുകൊണ്ട് അത് ഒഴിവാക്കിയെന്ന് പറഞ്ഞത്. ബാങ്ക് നല്ല എല്ലാവരും നമ്മൾ തുടങ്ങണമെന്നല്ലോ. അതുകൊണ്ട് അതും കൂടുതൽ മനസ്സിലാക്കുക. പിന്നെ ഇവർ പറഞ്ഞ നന്മ മുടക്കുകയാണ്, നന്മ മുടക്കുകയാണ്. ഇമാം ഷാഫിഈ റഹ്മഹുല്ല മയ്യത്തിന് ആ മരിച്ചോടത്ത് ഖുർആൻ ഓതാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ഇവർ അടുത്ത ചോദ്യം. അങ്ങനെ ഓരോന്നും പാടില്ല എന്ന് പറയണം അല്ലേ? ഇപ്പൊ ഈ നാട്ടിൽ ഇതേ ഇല്ലാത്തൊരു വിദ്യാർത്ഥി ഒരു പുതിയ ആചാരം നാളെ ഉണ്ടാക്കരുത് എന്നിട്ടോ, അത് ഇമാം ഷാഫി പറഞ്ഞോ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അത് ഇമാം നബി പറഞ്ഞോ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അത് ഇസ്ലാമത്തിന് തെളിവുണ്ടോ അല്ലേ ചോദിക്കട്ടെ? ഇവിടെ ഞാൻ അന്ന് ഇമാം ഷാഫിന്റെ വാക്ക് പറഞ്ഞത് ഇവരെ കെട്ടിയത് ഉദ്ധരിച്ച് പറഞ്ഞെന്തിനായിരുന്നു? ആ മരിച്ചെടുത്ത് ഖുർആൻ ഓതിയിട്ട് യാസീൻ ഓതിയിട്ട് അതിന്റെ കൂലി മയ്യത്തിന് കൊടുക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞ് ദുആ ചെയ്ത് ഹദിയ ചെയ്ത മയ്യത്തിന് കിട്ടൂല എന്ന് പറയാനാ. ഞങ്ങളെ വക പറഞ്ഞല്ല. എന്ന സൂറത്തുൽ നജ്മിലെ ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ പറയാണ് എന്ത്, വമിൻ ഹാദിഹിൽ ആയത്തിൽ കരീമ, ഈ വിശുദ്ധ വചനത്തിൽ നിന്ന് ഇമാം ഷാഫിഈ അദ്ദേഹത്തെ പിന്തുടർന്ന ആളുകൾ തെളിവ് പിടിച്ചിട്ടുണ്ട്. അന്നൽ ഖിറാഅത ലാ യസ്ലു ഇഹ്ദാഉ തവാബിഹാ ഇലൽ മൗത, മയ്യിത്തിനരികിൽ ഖുർആൻ ഓതിയിട്ട് ആ മയ്യിത്തിന് കൊടുക്കണേ എന്ന് ദുആ ചെയ്ത് ഹദിയ ചെയ്താൽ മയ്യിത്തിന് കിട്ടൂല, മയ്യിത്തിന് എത്തൂല. ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ട് റഹ്മഹുല്ലാ. ഞങ്ങളുടെ വകയല്ല, ഇബ്നു കസീർ തഫ്സീർ പറയാണ്. അദ്ദേഹം പറയുന്നുണ്ട് എന്തുകൊണ്ട് കിട്ടൂല? ഇത് അവരുടെ കർമ്മത്തിൽ അധ്വാനത്തിൽപ്പെട്ടതല്ല. എന്നിട്ട് വീണ്ടും പറയുന്നു ഇതുകൊണ്ടാണ് പറയുന്നത്, ഇതുകൊണ്ടാണ് എന്ത് മരിച്ചേർത്തിന് ഖുർആൻ ഓതൽ പുണ്യമായി റസൂലുള്ളാഹി പഠിപ്പിക്കാത്തത്. മരിച്ചോടത്ത് നിങ്ങളെന്താ പറഞ്ഞത്? ഞങ്ങൾ പുണ്യം മുടക്കുന്നു, നന്മ മുടക്കുന്നു എന്നല്ലേ? മരിച്ചേർത്തിന് ഖുർആൻ ഓത്ത് റസൂലുള്ളാഹി പുണ്യമായി പഠിപ്പിച്ചിട്ടില്ല, പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, വ്യക്തമായ വ്യംഗ്യമായ സൂചന കൊണ്ട് പോലും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചേർത്ത് ഓതാൻ പറഞ്ഞിട്ടില്ല. ഒരു സ്വഹാബിയും മരിച്ചെടുത്ത് ഓതാൻ അവർ ആരും ഓതിയതായി ഒരു റിപ്പോർട്ടും വന്നിട്ടില്ല. അതൊക്കെ ഖൈറായിരുന്നു, പുണ്യമായിരുന്നെങ്കിൽ നമ്മെക്കാൾ മുമ്പിൽ അവരുണ്ടാകുമായിരുന്നല്ലോ. അപ്പൊ എന്താ അവരവർ ചെയ്തിട്ടില്ല. ഓരൊക്കെ നന്മ മുടക്കിയോ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നന്മ മുടക്കിയോ? സ്വഹാബത്ത് മുടക്കിയോ? ആലോചിക്കുന്നത് ഞങ്ങളല്ലേ പറഞ്ഞത്, അവിടെ നോക്കില്ല. അവർ നമ്മളെ വക ഉണ്ടാക്കരുത്. അങ്ങനെ ഉണ്ടാക്കിയാൽ അത് ബിദ്അത്താണ്, ബിദ്അത്ത് ചെയ്താൽ അത് വഴികേടാണ്. ഇതിനൊക്കെ പറയാണ് ഖുർആൻ ഫസ്തമിഉ ലഹു വഅൻസിതു എന്നൊക്കെ ആയത്തുണ്ടല്ലോ. ഖുർആൻ ഓതുന്നത് കേട്ടാൽ ഉണ്ടാക്കണം. അപ്പോ അവിടെ ഓതണം.
ഈ ആയത്ത് അല്ലാഹുവിന്റെ റസൂൽ മനസ്സിലായില്ല. ഈ ആയത്ത് അല്ലാഹുവിന്റെ റസൂൽ അത് മരിച്ചോട് ഓതാനാണ് എന്ന് വിശ്വാസം മനസ്സിലായില്ല. ഒരൊറ്റ സഹാബിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായി? മനസ്സിലാക്കല. ഈ ആയത്ത് ഖുർആനിലല്ലേ? ഖുർആൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു ഇറങ്ങിയല്ലേ? അവിടുന്ന് ആദ്യം കേട്ടവിടുത്തെ പ്രൈമറി ഓഡിയൻസ് അത് സ്വഹാബത്തല്ലേ? അവരാരെങ്കിലും മരിച്ചോട്ട് ഖുർആൻ ഇല്ല, അവിടെ അങ്ങനെ പുണ്യമുണ്ടെങ്കിൽ നമ്മൾക്ക് മുമ്പിൽ സ്വഹാബത്ത് ഓതുമായിരുന്നു. അവരാരും ഓതിയിട്ടില്ല. ഈ കാര്യം വളരെ കൃത്യമായി മനസ്സിലാക്കുക. പിന്നെ മുമ്പ് അടുത്ത വരുന്ന ചോദ്യം, എന്നാ പിന്നെ എന്തായാലും മയ്യത്ത് കാണാൻ വരുന്നത് കാരണമൊക്കെ ഓതാനാ? എന്റെ മൂലം ഇത്ര അധോഗതികൊക്കെ ഉണ്ടാകും. നിങ്ങളൊപ്പം കൊണ്ടുവന്നോന്ന് ആലോചിച്ചു പോലെ ചോദിക്കും. അപ്പൊ എന്താണ് മയ്യത്ത് കാണാൻ വരാം? അല്ലാഹുവിന്റെ റസൂൽ മയ്യത്ത് കണ്ടിട്ടില്ലേ? കണ്ടുകണ്. സ്വഹാബത്ത് കണ്ടിട്ടില്ലേ? കണ്ടിട്ട് അവരാരും ഓതിയിട്ടില്ല. എത്ര ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഞാൻ ഇതിന് തർക്കിക്കണം. പുണ്യം ഉണ്ടാക്കാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു പുണ്യം മനസ്സിലായില്ല, സ്വഹാബത്തിന് ഈ പുണ്യം മനസ്സിലായില്ല. അവർക്ക് തിരിയാത്ത പുണ്യം നമ്മുടെ ഉസ്താദമാക്കോ മനസ്സിലായത്? ആലോചിച്ചോളി. ഇതിന്റെ പേര് സുന്നത്ത് മാതാവില്ല, അത് ഇവരെ ജമാഅത്താണ്, ഇവരെ സംഘം. അത് മനസ്സിലാക്കി ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തോട് പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. ഇല്ലെങ്കിൽ കുടുങ്ങിപ്പോകും, ബിദ്അത്തായിട്ട് പോകരുത്. ഇത് മാത്രമല്ല, വേറെ കുറെ ഉണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം ആഘോഷിക്കൽ ഞങ്ങൾ നടത്തുന്നില്ല. എന്തുകൊണ്ട് പറയും മുസ്ലിയാക്കന്മാർ വഹാബികൾക്ക് മുത്തനബി വിശ്വാസികളോട് സ്നേഹമില്ല. അതാ പറയല്. റബീഉൽ മാസമായാൽ ഇവരെ പള്ളിയിൽ വ്യത്യസ്ത കളറിലുള്ള LED ലൈറ്റുകളും മറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ അലങ്കരിക്കുമ്പോൾ നമ്മളെ പള്ളി സാധാരണ കണ്ടോ? സാധാരണക്കാരന്റെ ചിലപ്പോൾ ചിന്തിക്കും, പഠിച്ചോടെ ഈ മനുഷ്യന്മാർക്ക് എന്ത് സ്നേഹമില്ല മുത്തനബി വിശ്വാസികളോട്. നമ്മുടെ സ്ഥലമാർക്കോ പള്ളിയിൽ ഭയങ്കര സ്നേഹമാണല്ലോ. അപ്പൊ ഈ ലൈറ്റ് ഇട്ടാണ്ടിട്ടാണ് മറച്ചേക്കുന്നത് സംഭവം. അപ്പൊ എന്താ സംഗതി? ഞങ്ങൾ പഠിച്ചിട്ടു. ഞങ്ങൾ റസൂലുള്ളാഹിയെ സ്നേഹിക്കുന്നു, അവിടുത്തെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ ചൊല്ലില്ലേ? ആ ഞങ്ങൾ എന്തേ സ്നേഹിക്കാൻ കാരണം അത് സുന്നത്ത് മാത്രം, ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്. അവിടുത്തെ മേൽ സ്വലാത്ത് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ഹജ്ജിന്റെ അവസാനം അല്ലെ, ആ പിന്നെ ഹജ്ജുമായി ബന്ധപ്പെട്ട് വലിയ വലിയ പെരുന്നാൾ വരാനിരിക്കുക. നമ്മൾ എന്ത് ചെയ്യുന്നു? പെരുന്നാൾ ഇൻഷാ അല്ലാഹ്. എന്തുകൊണ്ട്? തെളിവുണ്ട്. ഈ പെരുന്നാൾ കഴിക്കണ നമ്മൾ എന്ത് നിബിധനം കഴിക്കാത്തത്? ഇതിന് തെളിവുണ്ട്. റസൂലുള്ളാഹി കഴിച്ചതിന് തെളിവുണ്ട്, സ്വഹാബത്ത് കഴിച്ചതിന് തെളിവുണ്ട്. ഇതേപോലെ തെളിവ് നിബിധനത്തിലുണ്ടെങ്കിൽ ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടാവില്ല. ആഘോഷം ഉണ്ടാവില്ല. ആഘോഷം നമുക്ക് തെളിവുണ്ടെങ്കിൽ ഇല്ല. തെളിവുണ്ടോ ചോദിക്കുമ്പോൾ തെളിവിന്റെ കോലന്താറുകൾ നബിസ്വലാസ്മ സ്നേഹിക്കണം, അവിടുത്തെ സ്നേഹിക്കണം. സ്വഹാബത്ത് റസൂലുള്ളാഹി സ്നേഹിച്ചില്ലേ? സ്നേഹിച്ചിട്ട് അവരാരെങ്കിലും ഇവരുടെ ജന്മദിനം കഴിച്ചോ? ഇല്ല. അത് കൊടുത്തു. റസൂലുള്ളാഹി സ്വലാത്തല്ലേ ചൊല്ലണം, ഞങ്ങൾ ചെല്ലുന്നുണ്ടല്ലോ. അതിനുള്ള റബീഉൽ ആഘോഷം അതും കൊടുത്തു. പിന്നെ പറയും നബിസ്വലാസ്മയുടെ സ്വന്തം ജന്മദിനം എങ്ങനെ റസൂലുള്ളാഹി കഴിക്കും? അത് ബാക്കിയുള്ള കഴിക്കട്ടെ. അവര് സ്വഹാബത്തെ കഴിച്ചോ? ഇല്ല. ദീനാണെങ്കിൽ റസൂലുള്ളാഹി സ്വന്തം പേരിലാണെങ്കിൽ കഴിക്കുന്നു. സ്വലാത്ത് പഠിപ്പിച്ചില്ല റസൂലുള്ളാഹി. മൻ സ്വല്ലാ അലയ്യ വാഹിദ, റസൂലുള്ളാഹി പറയണം, എന്റെ മേൽ ഒരു സ്വലാത്ത് ആരും ചൊല്ലിയാൽ അവന് 10 കൂലി ഉണ്ടാവുന്നു. ആരാ പഠിപ്പിച്ചത്? റസൂലുള്ളാഹി സ്വന്തം പേരിൽ. അത് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പേരിൽ ജന്മദിനം ആഘോഷിക്കട്ടെ, അത് മാത്രം വിട്ടുപോയി. പിന്നെ ചില മൂല്യന്മാർ പറയും റസൂലുള്ളാഹി ചെയ്യുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടിയൽച്ചിന്റെ അറിവില്ലേ? അതാണ് ഈ അക്കീക്കാറ്. ഓഹോ, അതപ്പോ നബിദിന തെളിവില്ലേ? അത് കേട്ട സാധാരണക്കാർ ഇതിട്ടൊക്കെ ഇത്രയും കാലം നടന്നത്. തെളിവിന്റെ കോലം ഞാൻ പറഞ്ഞു, ഒരു തെളിവില്ല. അതുകൊണ്ട് നല്ലതല്ല എന്ന് കരുതി ഇസ്ലാമിൽ പുതിയ കാര്യം ഉണ്ടാക്കല്ലേ, വിദഅത്ത് ചെയ്യല്ലേ. ഇതൊക്കറിയോ? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അദ്ദേഹത്തിന്റെ അരികിൽ തുമ്മിയപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, അൽഹംദുലില്ലാഹ് വസ്സലാമു അലാ റസൂലില്ലാഹി ചൊല്ലിയാണ്. ഈ തുമ്മിയാണ് അൽഹംദുലില്ലാഹ്. സാധാരണ തുമ്മിയാന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ്. ഇദ്ദേഹം വസ്സലാമു അലാ റസൂലില്ലാഹി എന്ന് ചൊല്ലി. അപ്പൊ ഇബ്നു ഉമർ ചോദിച്ചു, അൽഹംദുലില്ലാഹ് വസ്സലാമു അലാ റസൂലില്ലാഹ്,
ലൈസ ഹകദാ അല്ലമനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇപ്രകാരം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. തുമ്മിയാൽ ഫൽയഹ്മദില്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് പറയാ. വലം യഖുൽ വസ്സലാമു അലാ റസൂലില്ലാഹ്, വസ്സലാമു അലാ റസൂലില്ലാഹ് എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചില്ല. എന്തേ സ്വലാത്തുല്ലായിട്ടാ സലാമുല്ലായിട്ടാ? അവിടെയില്ല, ഖുർആനിലായിട്ടാ യാസീനിലായിട്ടാ മരിച്ചോടത്തില്ല. ഇതാ വിഷയം. ലാ ഇലാഹ ഇസ്ലാമില്ലായിട്ടാ മയ്യത്തുള്ളവർ നിൽക്കറോടില്ല. ഇതാണ് വിഷയം. ആ നിലക്ക് വേർതിരിച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുകയും സുന്നത്തിയമാക്കി പറഞ്ഞാൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന്റെ മാർഗമാണെന്ന് ഉറപ്പിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും. അതിൽ ആര് എതിരാണെങ്കിലും ആലോചിച്ചു. ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, അള്ളാഹുവിനോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ പറയും. തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. ലോകത്ത് വന്ന ഒരു നബിയും തനിക്ക് മുമ്പ് കഴിഞ്ഞു പോയ മറ്റൊരു നബിയോട് ഇസ്തിഗാസ ചെയ്തിട്ടില്ല, പ്രാർത്ഥിച്ചിട്ടില്ല. നമ്മൾ ഉസ്താദുമാരോ ചെയ്യാൻ പറയുള്ളൂ അല്ലേ? ഞങ്ങൾ വളരെ ശിർക്കാണ് പറ്റുക. ശിർക്ക് ചെയ്താൽ പറഞ്ഞതെല്ലാം നമ്മൾ പറഞ്ഞു നരകത്തിൽ കാലാകാലം കിടക്കേണ്ടി വരും. വലിയ ഗൗരവമാണ്. ആ നരകത്തിൽ ആര് പോയാൽ ആരാണ് രക്ഷപ്പെടുത്തുക? നിങ്ങൾ ഉസ്താദിനോട് ചോദിച്ചു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, നമ്മൾ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദേ മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, ഇസ്തിഗാസ ചെയ്ത് നിർബന്ധമുണ്ടോ? ഇല്ല. സുന്നത്തുണ്ടോ? ഇല്ല. അപ്പൊ ചെയ്യാൻ ഞാൻ കുറ്റം കിട്ടൂല, ചെയ്തോട് പ്രത്യേകിച്ച് കൂലി കിട്ടാല്ലേ. കാരണം പറഞ്ഞല്ല, സുന്നത്തുമല്ല. പിന്നെന്താ? അനുവദനീയ. അനുവദന നടപ്പം ബിരിയാണി ഇന്നലെ അനുവദനീയാണ്, നെയ്ച്ചോട് ഇന്നലെ അനുവദനീയാണ്, മന്തി ഇന്നത്തെ ബുഖാരി മുസ്ലിം ഇല്ലേ? ബുഖാരി ഈ സാധനം എന്താ അനുവദനീയാണ് അല്ലേ? ഒരാൾ മന്തി തിന്നില്ല, എന്തേ തിന്നാതിൽ വന്ന ശിക്ഷിക്കുക, കൂലി കുറയും. നാളെയും തിന്ന മാറ്റം വേണം. ശരി, ഞങ്ങള് മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ നിങ്ങൾ പറയില്ല. അപ്പൊ അതിന്റെ പേരിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ശിക്ഷ കിട്ടും? ഇല്ല, ഞങ്ങൾക്ക് ഉറപ്പാം. കാരണം പറഞ്ഞല്ല, എന്തെങ്കിലും ആരുടെ കൂലി കുറയും? ഇല്ല, ഞങ്ങൾക്ക് ഉറപ്പാം. കാരണം എന്താ? സുന്നത്തല്ല. പിന്നെ ആണെങ്കിൽ ചെയ്യാം, ആണെങ്കിൽ ചെയ്യാക്ക, ഇത്രല്ല ഓലെന്നെ പറയാം. ഇത് അവിടുന്ന് ശരിയാന്ന് തോന്നുന്നു വിചാരിക്കില്ല, സങ്കല്പിക്കില്ല. ഭൂമധ്യരേഖ ഉണ്ടെന്ന് കൽപ്പിക്കണല്ലോ നമ്മള്. സങ്കല്പം അവൾ സങ്കല്പിക്കും. അവിടെ പരലോകത്ത് അങ്ങനെ ശരിയായി വിചാരിക്കും. എന്നാൽ ഈ ഇരിക്കണ ഏതെങ്കിലും മുജാഹിദിന് അതിന്റെ പിള്ള ശിക്ഷിക്കുവോ? ഇല്ല, ഞങ്ങൾക്ക് ഉറപ്പാണ്, നിങ്ങൾക്ക് ഉറപ്പാണ്. ഏതെങ്കിലും കൂലി ഞങ്ങൾക്ക് നഷ്ടപ്പെടുവോ? ഇല്ല, നിങ്ങൾക്ക് ഉറപ്പാണ്, ഞങ്ങൾക്ക് ഉറപ്പാണ്. എന്നാൽ അടുത്ത ഘട്ടം ഞങ്ങൾ ഈ പറയുന്നുണ്ടല്ലോ, മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്ന ഇസ്തിഗാസ ചെയ്യൽ, പ്രാർത്ഥിക്കൽ, സഹായം ചോദിക്കൽ, അത് ശിർക്കാണ് കൂട്ടരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കാത്ത പാപമാണ്. അതുകൊണ്ട് അത് നിങ്ങൾ ഒഴിവാക്കണം. നിങ്ങൾ പറയുന്നു, അത് നിങ്ങൾ കേൾക്കുകയാണ്. റബ്ബ് തന്ന കാതുകൊണ്ട് നിങ്ങൾ കേൾക്കുകയാണ്. അത് കേൾക്കാതെ പരലോകത്തെത്തി എന്ത് ചെയ്യും? എല്ലാ അമലും പൊടിഞ്ഞു പോകൂലേ? എല്ലാ കർമ്മങ്ങളും നഷ്ടപ്പെട്ടു പോകൂലേ? സ്വർഗം നഷ്ടപ്പെട്ടു പോകൂലേ? നരകത്തിൽ അകപ്പെട്ടു പോകൂലേ? അന്ന് ആരാണ് രക്ഷപ്പെടുത്തുക? ഉസ്താദേ, അല്ല അല്ലാ, ഞാൻ പറഞ്ഞോടാന്ന് പറയാൻ പറ്റും. ഉസ്താദുണ്ടോ? കോലാക്കന്മാരുണ്ടോ? നേതാക്കന്മാരുണ്ടോ? ഇല്ല പ്രിയമുള്ളവരെ, ആ കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം, പരലോകത്തൊരു രംഗം അല്ല പറയുന്നു. ഇത് അല്ല പറയാണ്, നാളെ പരലോകത്ത് നേതാക്കന്മാരായ ചില ആളുകൾ ഒഴിഞ്ഞു മാറിപ്പോകും. ആ ഒരു രംഗമുണ്ട്, ഒഴിഞ്ഞു മാറിപ്പോകും. എന്നിട്ട് അനുയായികളായ ആളുകൾ ഒഴിഞ്ഞു മാറിപ്പോകുന്ന രംഗമാണ്. ശിക്ഷ അവർ നേരിട്ട് കണ്ടുകൊണ്ട് കാണുകയാണ്. അവർക്കിടയിലെ ബന്ധങ്ങളെല്ലാം മുറിഞ്ഞു പോവാണ്. ബന്ധങ്ങളെല്ലാം മുറിഞ്ഞു പോയി. എന്നിട്ട് അവര് അവിടെ വെച്ചിട്ട് ഒരു വ്യാമോഹമാണ്, അല്ലെങ്കിൽ ഒരു ആഗ്രഹം. എന്ത്? അല്ലാഹുവേ, ദുനിയാവിലേക്ക് ഒന്നുകൂടെ മടങ്ങി വന്നിട്ട് ഈ ആളുകളെ മുമ്പിൽ കെട്ടിയിട്ട് അവര് ഞങ്ങളുണ്ട്, ഇപ്പൊ ഞങ്ങളിൽ നിന്ന് അവർ ഒഴിഞ്ഞു പോയ പോലെ അവർ ഞങ്ങളും കൈയൊഴിച്ചു കൊള്ളാം. ഒരു മടക്കം ദുനിയാവ് കിട്ടുമോ അല്ലാ എന്ന്
ആഗ്രഹിച്ചു പോകും, ചോദിച്ചു പോകും അവർ, പക്ഷേ ചാൻസ് ഉണ്ടാവില്ല. എന്നാൽ പ്രിയമുള്ളവരെ, ഒരു വാശിപ്പുറത്തല്ല പറഞ്ഞത്, കക്ഷി വൈരാഗ്യത്തിനല്ല പറഞ്ഞത്. ഒന്നുറപ്പിച്ചോളെ, അള്ളാഹിനോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിച്ച് മരിച്ചു പോയാൽ ആ മനുഷ്യന്റെ മുഴുവൻ അമലും നിഷ്ഫലം. അല്ല സാക്ഷിയാണ് ഈ പറയുന്നത്. അല്ല സാക്ഷിയാണ് ഈ പറഞ്ഞത്. നിങ്ങളിപ്പോ കേൾക്കണ്ടേ? അള്ളാഹു തന്ന ഈ സൗകര്യം വെച്ചോട് ഞങ്ങൾ പറഞ്ഞു തരാണ്. ഈ ഒരു മഴയുടെ സാഹചര്യത്തിലും ഈ ഞങ്ങളെ പറഞ്ഞു തരാണ്. വഹീദീൻ ഷേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, ഇസ്തിഗാസയുടെ ശിർക്കാട്ടോ. നരകത്തിലായി പോകെ, സ്വർഗം നഷ്ടപ്പെട്ടു പോകെ എന്ന് സ്നേഹത്തോടെ പറയാണ്. പ്രിയമുള്ളവരെ, ഈ പറഞ്ഞതിന് അല്ല സാക്ഷിയാണ്. ഈ ഞങ്ങൾ അറിയില്ല എന്ന് പറയാൻ പറ്റൂല. രണ്ടാമത്തെ റൗണ്ടാണ് പറഞ്ഞിരുന്നത്. ശരിക്കും ആലോചിച്ചോളൂ, കേട്ടില്ല എന്ന് പറയാൻ പറ്റൂല, അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റൂല. ഉറങ്ങിനെന്ന് ആലോചിച്ചാലേ എന്താ ഈ കേട്ടത്? എന്താ ഈ കേട്ടത്? അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കണം. അമ്പിയാക്കളൊക്കെ പ്രാർത്ഥിച്ചെന്നാണ്. ഓരൊക്കെ പേച്ചോലോ. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ദിവസവും പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ കുറെ പ്രാർത്ഥന ഉണ്ട്. ഒക്കെ അല്ലാഹു റബ്ബനാ റബ്ബീന അല്ലാഹുവോട് ഉത്തരവി പേപ്പിക്കണ പഠിപ്പിച്ചോ? ആലോചിച്ചോ. ഇതാ ഞങ്ങൾ പറഞ്ഞത്. വെറുതെ വാശിപ്പുറത്ത് പോയി ആ പോക്കിനെ മരിച്ചുപോയി അവിടെ എത്തിയാൽ കാര്യം കുറച്ച് ഗുരുതരാണ്. ആലോചിച്ചു. അതുപോലെ അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ ദീനെടുക്കുക. നമ്മളെ തോന്നിയ പോലെ വേണ്ട. സുന്നത്ത് മാത്രം നോക്കുക. സുന്നത്ത് മാത്രമേ ഉണ്ടോന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് മാനദണ്ഡം. മരിച്ചോടത്ത് ഞാൻ പറഞ്ഞു, മയ്യത്ത് കുളിപ്പിക്കല് സുന്നത്ത് മാത്രമുണ്ട്. ഞങ്ങൾ കുളിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ കുളിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ കുളിപ്പിക്കണേ ഞങ്ങൾ എതിർക്കുന്നില്ല. മയ്യത്ത് കഫൻ ചെയ്യുന്നുണ്ട്, സുന്നത്ത് മാത്രമുണ്ട്. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് ചെയ്തിട്ടുണ്ട്, ഞങ്ങളും ചെയ്യുന്നുണ്ട്, നിങ്ങളും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്നേ ഞങ്ങൾ എതിർക്കില്ല. മയ്യത്ത് നിസ്കാരം നമ്മൾ നടത്തുന്നുണ്ട്, നിങ്ങളും നടത്തുന്നുണ്ട്. കാരണം സുന്നത്ത് മാത്രമേ അതുണ്ട്. ഇതേപോലെ മരിച്ചോടെ നാസിലത്തുണ്ടോ? ഇല്ല. സുന്നത്തിലുമില്ല, ജമാഅത്തിലുമില്ല, റസൂലുള്ളാഹിയുടെ മാർഗത്തിലും സ്വഹാബത്ത് മാർഗത്തിലും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യണില്ല. നിങ്ങൾ ചെയ്യുന്നതിനെ സ്നേഹത്തോടെ തിരുത്താണ്. കൂട്ടരെ സുന്നത്ത് മാത്രം കേട്ടോ, അത് നല്ല നിങ്ങൾ ചെയ്യണത്. വിധേയത്താവട്ടോ, ശിക്ഷ കിട്ടോ, സ്നേഹത്തോടെ പറഞ്ഞു തരണം. ശരിക്കാലോചിച്ചു. ഇനി പന്ത് നിങ്ങളെ കാലിന് മുമ്പിലുണ്ട്, തട്ടിയിട്ട് ഗോളാക്കാം, പുറത്തേക്ക് തട്ടി ഒഴിവാക്കാം. ഇവർ തീരുമാനിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ് ഹഖായി മനസ്സിലാക്കാതെ ആരും എന്തും എതിരാണെങ്കിൽ ആ ഹക്കിന്റെ കൂടെ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖും മലക്കരുത്തും നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പ്രോഗ്രാം, ഇതുപോലുള്ള പ്രോഗ്രാമുകൾ അല്ലാഹു തആല കാര്യങ്ങൾ ആളുകൾക്ക് ബോധ്യമാകാനുള്ള നിമിത്തങ്ങളായി മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. തെറ്റുധരിച്ച സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിന്റെ യഥാർത്ഥ വെളിച്ചം കാണിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. യഥാർത്ഥ സുന്നത്തുമാറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന്റെ മാർഗത്തിൽ അല്ലാഹു തആല നമ്മയും ഈ നാട്ടിലെ മുഴുവൻ സഹോദരങ്ങളെയും ആക്കി ആ നിലക്ക് അതിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കുടുംബസമേതം ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കാൻ അല്ലാഹു നമ്മയും കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന പല സഹോദരന്മാർ, സഹോദരിമാർ, നമ്മുടെ പണ്ഡിതന്മാർ, നേതാക്കൾ പലരുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ആഫിയത്തും ശിഫയും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളത്തെ ദിവസം കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ ഇലക്ഷന്റെ റിസൾട്ട് വരികയാണ്. ഈ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും മുഴുവൻ സഹോദരങ്ങൾക്കും സമാധാനത്തോടെ ജീവിക്കാൻ പറ്റിയ നിലക്കുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കി അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ആത്മാർത്ഥമായി നിരാശയില്ലാതെ ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല തന്ന അനുഗ്രഹങ്ങളിൽ കൂടുതൽ ഖൈറും ബറക്കത്തും ചെയ്ത് അവൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. السلام عليكم ورحمة الله.